सर्वम कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवन पुरेशन की जय। नामों का श्रवण कराया है और कहा है कि राधा नाम सहस्रस्य समानम नास्ति। ഗുരുവായൂർ മഞ്ജരീസിന്റെ കൃഷ്ണയാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എത്തട്ടെ. അതുവരെ നമുക്ക് ശ്രീമതി രാധാറാണിയുടെ 1008 നാമങ്ങൾ കേൾക്കാം അല്ലേ? वो फल घर बैठे ही राधा रानी के इन नामों का श्रवण करने से प्राप्त होगा. जो 1008 നാമങ്ങൾ കേൾക്കാം ശ്രീമതി രാധാറാണിയുടെ. ऊपर मेरी किशोरी जी की और मेरे बांके बिहारी की विशेष कृपा निरंतर बनी रहेगी और उनके जीवन में सुख, शांति, समृद्धि, वैभव, परम आनंद उनको निरंतर प्राप्त होगा. तो आइए मेरे साथ मिलकर हम सब संसार को भूलकर राधा रानी के सहस्त्र नामों की यात्रा എല്ലാവരും വരട്ടെ കേട്ടോ. और यही भाव रखते हैं कि हम ब्रज में പതിവ് പോലെ നമുക്ക് ലേലമളി സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് കാണുന്നില്ല എത്ര പേര് വന്നെന്ന്. രാധാറാണിയുടെ 1008 നാമങ്ങളാണ്. രാധാറാണിയുടെ പാട്ടുകളും കൃഷ്ണന്റെ പാട്ടുകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ ഭാഷ വേണ്ട. ഞാൻ ഒഡീസിയിലും മറാത്തിയിലും ഒക്കെ ഉള്ളത് കേൾക്കും. നമുക്കിപ്പോൾ ഭാഷ അറിഞ്ഞിട്ടാ ഒരു ആനന്ദം, അത് കേൾക്കുമ്പോൾ ഭയങ്കര സുഖമല്ലേ. ഒഡീസിയിലും മറാത്തിയിലും ഒക്കെ അങ്ങനെ കുറേ പാട്ടുകൾ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. അർത്ഥം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേട്ടിട്ടുണ്ട് മാതാജി? കേട്ടൂടെ? ദീപമാതാജി ഫോണിന് എന്തോ പറ്റി. ദീപമാതാജി വേഗം ഫോൺ നോക്കൂ. മാതാജിയുടെ ഫോണിന് എന്തോ പറ്റി. ഇനി എൻ്റെ സൗണ്ട് പോയെന്നാണോ പറയുന്നത്? എൻ്റെ സൗണ്ട് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ടാബ്ലറ്റും കഴിച്ചിരിക്കുകയാണ്. എന്തിന്? എനിക്കല്ല മാതാജി പാദ നമസ്കാരം. ഇവിടെ 2 പേരിയ്ക്കുന്നു, അവർക്കാണ്. കേൾക്കുന്നുണ്ട്. അപ്പം ഗുരുവായൂർ മഞ്ജരീസിൻ്റെ രാത്രി 8:30 മണിക്ക് നടക്കുന്ന കൃഷ്ണയാമത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ മൊബൈൽ നമ്പർ 9342494941 9342494941. ഒരു വട്ടം കൂടെ പറയാം, 9342494941. ഇനിയും ഒരു മൊബൈൽ നമ്പറുണ്ട്, 9961774982 9961774982. ഗുരുവായൂർ മഞ്ജരീസിലേക്ക് അന്നദാനം നൽകാൻ ഉദ്ദേശിക്കുന്നവരും ഗുരുവായൂർ മഞ്ജരീസിലൂടെ നിങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളും ഏത് പുസ്തകങ്ങളായാലും ജപമാലയായാലും ജപ ബോക്സ് ആയാലും എന്ത് സാധനങ്ങളായാലും ഗുരുവായൂർ മഞ്ജരീസിലേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഗുരുവായൂർ മഞ്ജരീസിലൂടെ ഈ കർക്കിടക മാസത്തിൽ കൊടുക്കുന്ന കർക്കിടക കിറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കർക്കിടക കിറ്റിൻ്റെ അവസാന തീയതി നാളെ വൈകിട്ട് 4 മണിയാണ്. നമുക്കിനി 9 കർക്കിടക കിറ്റും കൂടെ ഓർഡർ ചെയ്യാനുള്ള സമയമുള്ളൂ. ആ 9 കർക്കിടക കിറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. അതിന് മുകളിലേക്ക് നമ്മൾ എടുക്കില്ല. കാരണം കക്കുംകായ ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ പരണ്ടക്കായ എന്ന് പറയും, അതുവരെയുള്ള വളരെ എന്താ പറയുക ആയുർവേദ മൂലികകൾ അടങ്ങിയ കർക്കിടക കിറ്റാണ് നമ്മൾ ഗുരുവായൂർ മഞ്ജരീസിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏത് ആയുർവേദ പ്രൊഡക്ട്സിനും നിങ്ങൾക്ക് ഗുരുവായൂർ മഞ്ജരീസിനെ സമീപിക്കാവുന്നതാണ്. വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ഗുരുവായൂർ മഞ്ജരീസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 9342494941 9961774982. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവാനും നിങ്ങൾക്ക് ഈ നമ്പർ ഉപയോഗിക്കാം. സുജാത മാതാജി ചോദിക്കുന്നത് ഞങ്ങൾക്കും എന്തെങ്കിലും വർക്ക് ചെയ്ത് തരുമോ മാതാജി? തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർക്ക് തരും, യാതൊരു സംശയവുമില്ല. അതിനുള്ള കുറേ പേപ്പേഴ്സുകൾ ഞാൻ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്കറിയില്ല, ഞാനത് വിശദമായി പറയാമെന്ന്. അത് വളരെ വിശദമായിട്ട് തന്നെ വരും ദിവസങ്ങളിലെ ലൈവിൽ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ മഞ്ജരീസിൽ കിച്ചൂട്ടന് ശ്രീമതി രാധാറാണിക്ക് ഇന്ന് മാല ചാർത്തിയിരിക്കുന്നത് ജലജ വേണുഗോപാൽ മാതാജിയാണ്. ജലജ വേണുഗോപാൽ മാതാജിയുടെ മാലയാണ് കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കും ഇന്ന് ചാർത്തിയിരിക്കുന്നത്. ഗുരുവായൂർ മഞ്ജരീസിലെ ഓരോ ഭക്തരുടെയും പേരിലും എൻ്റെ പേരിലും ജലജ വേണുഗോപാൽ മാതാജിയുടെ കുടുംബത്തിനും 1000 നന്മകൾ നേരുന്നു.
ഒപ്പം ശ്രീമതി രാധാറാണിയുടെയും കിച്ചൂട്ടൻ്റെയും എല്ലാ അനുഗ്രഹങ്ങളും, ഗുരുപരമ്പരയുടെ അനുഗ്രഹങ്ങളും, അവരിന്ന് അനുഭവിക്കുന്ന എന്ത് മാനസിക പ്രയാസങ്ങളുണ്ടെങ്കിലും എന്ത് ഭൗതിക പ്രശ്നങ്ങളുണ്ടെങ്കിലും ഗുരുവായൂർ മഞ്ജരീസിലൂടെ കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിയും അത് മാറ്റിക്കൊടുക്കട്ടെ. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് അവർക്ക് മുന്നേറാനും ഭൗതിക ലോകത്ത് ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് ജീവിക്കാനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും പാവം കുടുംബത്തിന്, ജലജ മാതാജിയുടെ കുടുംബത്തിന് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഗുരുവായൂർ മഞ്ജരീസിലൂടെ ഞാൻ കിച്ചൂട്ടൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഈ മാല സമർപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും മാലയുണ്ട്, ആരും വിഷമിക്കേണ്ട. ഞങ്ങളുടെ കണ്ടില്ല എന്നോർത്തിട്ട് ഇല്ല, സൗണ്ട് ഉണ്ടല്ലോ, ഫുൾ സൗണ്ടാണ്. എല്ലാവരും സാധനവും കിട്ടും മാതാജി. കുറേ അയക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഇന്നും വീണ്ടും പാക്കിങ് കഴിഞ്ഞു, നാളെ അയക്കും. കുറേ പേര് ഇത് അയച്ചു കഴിഞ്ഞു, എല്ലാവരുടെയും കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ജലജ വേണുഗോപാൽ മാതാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അന്നന്ന് ഹാരം ഇടുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം. കാരണം കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കും അവർ വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടും കൂടിയാണ് ഓരോരുത്തരും മാല അണിയാനുള്ള അവസരം നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പുണ്യമായിട്ടുള്ള ജന്മങ്ങളാണ്. അവർക്ക് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങൾക്കുമായിട്ട് പ്രാർത്ഥിക്കുക. കാരണം രണ്ടു പേർക്കും ഒരേപോലത്തെ മാല നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ച് വാങ്ങിക്കൊണ്ടുവന്ന് അണിയിക്കുകയാണ്. ഓക്കെ, അതിന് യാതൊരു മുടക്കവും വരുത്തിയിട്ടില്ല. മാത്രമല്ല ഈ മാല അണിയാൻ നമുക്ക് മാല ഇടാൻ ഉണ്ടാക്കി തരുന്ന ഫാമിലിയിൽ ആ ഉണ്ടാക്കുന്ന ചേച്ചിയും മകനും ഇന്ന് പഴനിക്ക് പോയി. ഞാൻ പറഞ്ഞിരുന്നു, അവരുടെ ഹസ്ബൻഡ് പോയിട്ടില്ല. കാരണം മാല മുടങ്ങരുത് എന്നോർത്തിട്ട് അത്രയും വ്രതശുദ്ധിയോടുകൂടി ആത്മാർത്ഥതയോടുകൂടിയാണ് അവർ മാല നമുക്ക് കെട്ടിത്തരുന്നത്. മാത്രമല്ല നമുക്ക് കിച്ചൂട്ടന് മാല സമർപ്പിക്കാൻ തുടങ്ങിയ ആ സമയം മുതൽ അവർ പ്യോർ വെജിറ്റേറിയനിലേക്ക് മാറിയിരിക്കുകയാണ്. അതുവരേക്കും അവരിടയ്ക്കൊക്കെ നോൺ എടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അവർ കംപ്ലീറ്റ് അത് സ്റ്റോപ്പ് ചെയ്തു. മാത്രമല്ല ഞാൻ അവർക്ക് ശ്രീല പ്രഭുപാജിയുടെ തമിഴ് ഗീത കൊടുത്തു. അവരിപ്പോൾ ജപിക്കാനും തുടങ്ങി. ജപിച്ചുകൊണ്ടാണ് അവർ മാല കെട്ടുന്നത്. അപ്പോൾ അത്രയും പരമപവിത്രമായിട്ടുള്ള ആ ഫാമിലിയുടെ കയ്യിൽ നിന്നാണ് നമുക്ക് കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കും മാല സമർപ്പിക്കാൻ ലഭിക്കുന്നത്. പലരും കിച്ചൂട്ടന് ഓരോ കുടം പാൽ നേർന്നിട്ടുണ്ട്. നാളെ മുതലാണ് പാല് വരുന്നത്. ഓക്കെ, അപ്പം നാളെ മുതൽ പാല് ബുക്ക് ചെയ്തവരുടേതും ഞാനിവിടെ പാല് സമർപ്പിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹരേ കൃഷ്ണ. ഇത്രയും വിശേഷങ്ങളാണ് തുടക്കം പറയുന്നത്. ഗുരുവായൂർ മഞ്ജരീസിലൂടെ രാത്രി 8:30 മണിക്ക് കൃഷ്ണയാമം എന്ന് പറയുന്ന ക്ലാസ്സും രാവിലെ 5 മണിക്ക് ഇനി മുതൽ മാക്സിമം 5 മുതൽ 5:30 വരെയുള്ള സമയങ്ങളിൽ പ്രഭാത മഞ്ജരിയും ഉണ്ടായിരിക്കും. നമ്മൾ ഇന്നലെ വൈശമ്പായനെ വെറുതെ വിട്ടില്ല അല്ലേ? വൈശമ്പായനെ നമ്മൾ പിടിച്ചു നിർത്തി കുറെ കഥ പറയിപ്പിച്ചു. ഇന്നും നമുക്ക് പറയിപ്പിക്കണ്ടേ? വൈശമ്പായനെ കൊണ്ട് കുറെ കഥ ഇന്ന് കുറച്ച് ലേറ്റായി, ക്ഷമിക്കണം. അതുകൊണ്ട് 11 മണി വരെ എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ആരും ഉറങ്ങിപ്പോവരുത്. അങ്ങനെ ദേവയാനി എന്തു ചെയ്തു? ദേവയാനി ഇങ്ങനെ നോക്കുന്ന സമയത്ത് 3 സുന്ദരന്മാരായ ആൺകുട്ടികളെ കണ്ടു. അപ്പൊ ദേവയാനി ചോദിച്ചു, അരികത്ത് വിളിച്ചിട്ട്, ക്ഷമിക്കണം, കുറച്ച് മഴ കൊണ്ടു, അതാണ്. ദേവയാനി ചോദിച്ചു, കുട്ടികളെ, നിങ്ങളുടെ അച്ഛൻ ആരാണ്, നിങ്ങളുടെ അമ്മ ആരാണ് എന്ന് ചോദിച്ചു. ഇവിടെയായിരുന്നു നമ്മൾ ഇന്നലെ വരെ പറഞ്ഞു നിർത്തിയത് അല്ലേ? നിഷ്കളങ്കരായ കുട്ടികള് ഉടനെ രാജാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, ഇതാ ഞങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞു. ശർമ്മിഷ്ഠയാണ് ഞങ്ങളുടെ അമ്മ. കുട്ടികൾ ഉടനെ എന്തു ചെയ്തു? യയാതിയുടെ അടുത്ത് ഓടിച്ചെന്നെങ്കിലും ദേവയാനിയുടെ മുമ്പിൽ കുറ്റബോധത്തോടെ നിൽക്കുന്ന ആ രാജാവ് അവരെ സ്വീകരിക്കാനോ ലാളിക്കാനോ ഒന്നിനും തയ്യാറായില്ല. പക്ഷേ ദേവയാനിക്ക് കാര്യമൊക്കെ മനസ്സിലായി. ദേവയാനിയുടെ ഭർത്താവാണ് യയാതി എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹമാണ് ശർമ്മിഷ്ഠയ്ക്ക് 3 മക്കളെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ദേവയാനിയും രാജാവും കൂടെ ഈ ഉദ്യാനത്തിൽ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ആരെ കാണുന്നത്? അശോകവനത്തിൽ നടക്കുമ്പോഴാണ് ഈ കുട്ടികളെ കാണുന്നതും ദേവയാനി ഈ കുട്ടികൾ ആരാണ് നിങ്ങളുടെ അച്ഛനും അമ്മയെന്ന് ചോദിക്കുന്നതും. കുട്ടികൾ ഉടനെ തന്നെ അച്ഛൻ യയാതി രാജാവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇദ്ദേഹമാണ് ഞങ്ങളുടെ അച്ഛൻ, ശർമ്മിഷ്ഠയാണ് ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞു. ദേവയാനി അറിയാതെയാണ് ഇദ്ദേഹം ശർമ്മിഷ്ഠയുമായിട്ടൊരു ബന്ധം പുലർത്തുന്നതും കുട്ടികൾ ഉണ്ടാവുന്നതും.
കുട്ടികൾ അടുത്ത് വന്നപ്പോഴേക്കും ഈ രാജാവായ യയാതി മഹാരാജാവ് അനങ്ങുന്നില്ല. കാരണം എന്താ? സ്വന്തം ഭാര്യയല്ലേ അടുത്ത് നിൽക്കുന്നത്. ഭാര്യ ആകെ ഇതല്ല, ജലദോഷമല്ല, എനിക്ക് വോയിസ് നോഡികളുണ്ട്. അപ്പം യയാതി രാജാവ് ഇത് കണ്ടപ്പോഴേക്കും ആകെ ഷോക്കായി. കാരണം ഭാര്യ അറിയാതെ കുട്ടികളുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഭാര്യ അറിഞ്ഞാലുള്ള പ്രശ്നം ആലോചിച്ച് നോക്കിക്കേ, ഒരു രക്ഷയില്ല. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ അയാളുടെ ഫോട്ടോ അതിൽ കയറിയിട്ടുണ്ടാവും അല്ലേ. പക്ഷേ യയാതി രാജാവോ ദേവയാനിയെ പേടിച്ചിട്ട് ഈ കുട്ടികളെ ഒന്ന് ലാളിക്കാനോ സ്നേഹിക്കാനോ അടുത്തേക്ക് വിളിക്കാനോ ഒന്നിനും തയ്യാറായില്ല. ഈ അവസ്ഥ കണ്ടപ്പോഴേക്കും ദേവയാനിക്ക് കാര്യമൊക്കെ മനസ്സിലായി. ദേവയാനിയുടെ ഭാവമൊക്കെ അങ്ങോട്ട് മാറി. അവളങ്ങോട്ട് ഭയങ്കരം ദേഷ്യത്തോടെ ശർമ്മിഷ്ഠയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നു. എന്നിട്ടോ, ശർമ്മിഷ്ഠേ, നീ എൻ്റെ അധീനതയിൽ നിന്നുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു അല്ലേ? അങ്ങനെ ചെയ്തിരിക്കുന്നു അല്ലേ? ഇവിടെ ഉണ്ടമ്മേ, ചൂടുവെള്ളം ഇവിടെ ഉണ്ട്. എന്തേ ഇവിടെ അടുത്ത് തന്നെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്, അല്ലെ ക്ലാസ് മുന്നോട്ട് പോവില്ല. എൻ്റെ കൂടെ നീ നിന്നിട്ട് നീ എന്നെ പറ്റിച്ചിരിക്കുകയാണ് അല്ലേ? ഒരു ഋഷിയാണ് നിന്റെ കുട്ടിയുടെ അച്ഛൻ എന്നല്ലേ നീ എന്നോട് ആദ്യം പറഞ്ഞത്? എന്നിട്ട് നീ എന്നോട് കളവും പറഞ്ഞുകൊണ്ട് അസുരധർമ്മത്തെ ആശ്രയിച്ച് നിനക്ക് എന്നെ പേടിയില്ലേ? ഒട്ടും പേടിയില്ലേ നിനക്ക്? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ലേ? എൻ്റെ ഭർത്താവിൽ നിന്നാണോ നീ ഈ 3 കുഞ്ഞുങ്ങൾക്കും ജന്മം നൽകിയിരിക്കുന്നത്? എന്നിട്ട് നീ എന്താ പറഞ്ഞത്? ഒരു ഋഷിയാണ് നിന്റെ കുട്ടികളുടെ അച്ഛൻ എന്നല്ലേ? ഇതും പറഞ്ഞ് ദേവയാനി നമ്മുടെ ശർമ്മിഷ്ഠയുടെ അടുത്ത് പോയിട്ട് ഭയങ്കര വഴക്കായി. ശർമ്മിഷ്ഠയാണെങ്കിലോ ഭയങ്കര ദയോടുകൂടി പറഞ്ഞു, വിനയത്തോടു കൂടി പറഞ്ഞു, സഖി, ഞാൻ അസത്യം പറഞ്ഞിട്ടില്ല. രാജർഷിയാണ് എൻ്റെ പുത്രനെ ദാനം ചെയ്തത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ എന്നാണോ ഇദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിച്ചത്, അന്ന് തന്നെ ഞാനും ഇദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിച്ചിട്ടുണ്ട്. സഖി ഭർത്താവ് എൻ്റെ ഭർത്താവാകുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ. അല്ലയോ ബ്രാഹ്മണപുത്രി, നീ എനിക്ക് ജ്യേഷ്ഠത്തെയും ഞാൻ പൂജിക്കുന്നവളുമാണ്. ഉറപ്പായിട്ടും മാതാജി കുറച്ച് ആവി പിടിക്കണം. ഒരു രാജകുമാരിയായ എനിക്ക് ഈ രാജർഷി കൂടുതൽ ഈ രാജർഷിയെ എനിക്കും പൂജിക്കാം എന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? നിന്റെ അച്ഛൻ നമ്മളെ 2 പേരെയും കൂടിയാണല്ലോ ഇദ്ദേഹത്തിന് കൊടുത്തത് അല്ലേ? നീ ശരിയായ ധർമ്മത്തിലും നീതിയിലും തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കൊട്ടും പേടിയില്ല എന്ന് പറഞ്ഞു. ആകെ മൊത്തം അവിടെ ഇങ്ങനെ ബഹളം വെക്കുന്ന ഒരു സമയമാണ്. ശർമ്മിഷ്ഠയുടെ ആ ഒരു ധീരമായ വാക്കുകൾ കേട്ടിട്ട് വികാരത്തോടുകൂടി ദേവയാനി എന്ത് ചെയ്തു? ഭർത്താവായ യയാതി മഹാരാജാവിൻ്റെ നേരെ അങ്ങ് തിരിഞ്ഞു. രാജാവേ, എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ ഒരു നിമിഷം പോലും താമസിക്കില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് താങ്ക് യു മാതാജി. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി എന്ത് ചെയ്ത്? ശുക്രാചാര്യൻ, ദേവയാനിയുടെ അച്ഛൻ കേട്ടോ, അത് എടുത്തെടുത്ത് പറയാൻ കാരണം നിങ്ങൾ ഇന്നലത്തെ ക്ലാസ് കഴിഞ്ഞ് ഇന്ന് വരുമ്പോഴത്തേക്കും മറന്നു പോകരുതെന്ന് ഓർത്തിട്ടാണ്. അച്ഛനായ ശുക്രാചാര്യരുടെ അടുത്തേക്ക് പോയിട്ട് ദേവയാനിയെ പല തരത്തിലും സമാധാനിപ്പിക്കാൻ നോക്കി. ദേവയാനി നിൽക്കില്ല എന്നും പറഞ്ഞ് ഓടി അച്ഛൻ്റെ അടുത്ത് എത്തി. അച്ഛനാണെങ്കിലോ പല തരത്തിലും ദേവയാനിയെ സമാധാനിപ്പിക്കാൻ നോക്കി. പക്ഷെ അതിനൊന്നും ദേവയാനി വഴങ്ങുന്നില്ല. കൊട്ടാരം വിട്ട് ദേവയാനി പുറപ്പെട്ട് രാജാവ് ആകെ ടെൻഷൻ അടിച്ചുകൊണ്ട് ദേവയാനിയുടെ പിന്നാലെ പോയി. ദേവയാനിയാണെങ്കിലോ രാജാവിനെ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഭർത്താവല്ലേ? ദേവയാനി തിരിഞ്ഞു പോലും നോക്കാതെ വേഗം അച്ഛൻ്റെ അടുത്ത് എത്തിയിട്ട് അച്ഛനെ പ്രണമിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അച്ഛൻ്റെ അടുത്ത് ആരും വന്നു? ദേവയാനിയുടെ ഭർത്താവായ യയാതി മഹാരാജാവും എത്തി. ദേവയാനി ഭയങ്കര വിഷമത്തോടു കൂടി പറഞ്ഞു, അച്ഛാ, അധർമ്മം ധർമ്മത്തെ ജയിച്ചിരിക്കുന്നു അച്ഛാ. ധർമ്മജ്ഞനെന്ന് പ്രസിദ്ധനായ ഈ രാജാവ് ധർമ്മത്തെ അവഗണിച്ചിരിക്കുന്നു അച്ഛാ. മാത്രമല്ല, ശർമ്മിഷ്ഠ ഇപ്പോൾ എന്നേക്കാൾ മേലെയായിട്ട് ഈ രാജാവ് എന്നിൽ 2 പുത്രന്മാരെ ജനിപ്പിച്ചപ്പോൾ അവൾക്ക് 3 പുത്രന്മാരെ ദാനം ചെയ്തിരിക്കുന്നു അച്ഛാ. ഇതാണ് അച്ഛാ ഉണ്ടായിരിക്കുന്ന സത്യം എന്ന് പറഞ്ഞു. ഇത്രയും വലിയ ധർമ്മിഷ്ഠനാണെന്നല്ലേ പറഞ്ഞത്? ഇദ്ദേഹം എനിക്ക് 2 മക്കളെ തന്നു, ശർമ്മിഷ്ഠയ്ക്ക് 3 മക്കളെ കൊടുത്തിരിക്കുന്നു അച്ഛാ. ഇതൊക്കെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ ശുക്രാചാര്യർക്ക് അങ്ങോട്ട് ദേഷ്യവും ഭയങ്കര വിഷമവും തോന്നി. കാരണം എത്രയായാലും സ്വന്തം മോളെ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഏതച്ഛനും വിഷമം ഉണ്ടാവും അല്ലേ?
മകളുടെ ആ ഒരു വാക്ക് കേട്ടിട്ട് ദുഃഖവും ദേഷ്യവും ഒക്കെ വന്ന ശുക്രാചാര്യർ എന്ത് ചെയ്തു? ഇത് സത്യമാണ് എങ്കിൽ കാമാസക്തനായിട്ട് അങ്ങ് അധർമ്മം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ശുക്രാചാര്യൻ ആരോട് പറഞ്ഞു? യയാതി മഹാരാജാവിനോട് പറഞ്ഞു, അതായത് ദേവയാനിയുടെ ഭർത്താവിനോട്. അതിനാൽ ജരാനരകൾ ബാധിച്ച് അങ്ങ് വൃദ്ധനായി തീരട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, യയാതി മഹാരാജാവിന് ജരാനരകൾ ബാധിച്ചു, എന്താ പറയാ, വാർദ്ധക്യം പെട്ടെന്ന് ബാധിച്ചു എന്ന്. അതാണല്ലോ നമ്മൾ വൈശമ്പായനെ കൊണ്ട് പറയിപ്പിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ബാധിച്ചത്. എന്നിട്ട് ലാസ്റ്റത്തെ മോൻ്റെ അടുത്തുനിന്ന് കുറച്ച് യൗവനം വാങ്ങി ജീവിച്ചു എന്നുള്ള കഥ. അപ്പൊ ശുക്രാചാര്യരാണ് ഈ സംഭവത്തോടുകൂടി നമ്മുടെ യയാതി മഹാരാജാവിനെ ശപിക്കുന്നത്. നീ ചെയ്തത് തെറ്റായതുകൊണ്ട് നിനക്ക് എന്ത് സംഭവിക്കട്ടെ? ജരാനരാദികൾ ബാധിക്കട്ടെ എന്ന് പറഞ്ഞ് വൃദ്ധനായി തീരട്ടെ എന്നും പറഞ്ഞ് അങ്ങ് ശപിച്ചു. യയാതിയാണെങ്കിലോ വളരെ ക്ഷമയോടുകൂടി പറഞ്ഞു, മഹർഷേ, ഞാൻ ധർമ്മം വിട്ട് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല മഹർഷേ. രാജപുത്രിയായ ശർമ്മിഷ്ഠ ഋതുസ്നാനം കഴിഞ്ഞിട്ട്, അതായത് പീരീഡ്സ് കഴിഞ്ഞ് അവളുടെ കുളിയെല്ലാം കഴിഞ്ഞപ്പം ഒരു മകനെ വേണമെന്ന് ചോദിച്ച് യാചിച്ചപ്പോൾ അത് സാധിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ധർമ്മമല്ലേ രാജർഷേ? അതല്ലാതെ ഋതുകാലത്ത് ഒരു സ്ത്രീക്ക് സാധിപ്പിച്ചു കൊടുക്കാത്ത പുരുഷൻ ഭ്രൂണഹന്താവാണെന്നല്ലേ ശാസ്ത്രങ്ങളിൽ പറയുന്നത് എന്ന് പറഞ്ഞു. ആ അധർമ്മം എന്നെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ശർമ്മിഷ്ഠയോട് ചേർന്നത്, അല്ലാതെ മറ്റൊരു കാമാസക്തിയോട് കൂടിയല്ല. അങ്ങ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശുക്രൻ പറഞ്ഞു, രാജാവേ, ഇവിടെ നിന്ന് നിങ്ങൾ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കണമായിരുന്നു. എൻ്റെ അനുവാദം കൂടാതെ അങ്ങ് ചെയ്തത് വലിയ ചതി തന്നെയാണ്. ദേവയാനിക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ചെയ്യരുതെന്ന് ഞാൻ പ്രത്യേകം അങ്ങയോട് പറഞ്ഞിരുന്നു. ഉടനെ തന്നെ ഈ ശാപമേറ്റ രാജാവ് ഈ യൗവനമൊക്കെ പോയിട്ട് പടുവൃദ്ധനായി മാറി. അപ്പൊ രാജാവ് ശുക്രാചാര്യനോട് അപേക്ഷിച്ചു, അല്ലയോ മഹർഷി, എനിക്ക് ദേവയാനിയുമായിട്ട് വിഷയസുഖത്തോടുകൂടി ജീവിച്ചെനിക്ക് തൃപ്തി വന്നിട്ടില്ല. അതായത് അവരുടെ ദാമ്പത്യ ബന്ധം സുഖിച്ച് ജീവിച്ചവർക്ക് തൃപ്തി വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ജരയൊക്കെ എന്നെ ഒഴിവാക്കിയിട്ട് എന്നെ അനുഗ്രഹിക്കണേ മഹർഷി എന്ന് ആര് ചോദിച്ചു? യയാതി മഹാരാജാവ് ചോദിച്ചു. അപ്പോൾ ശുക്രാചാര്യർ പറഞ്ഞു, രാജാവേ, എൻ്റെ വാക്കൊന്നും വെറുതെ ആവില്ല. അതുകൊണ്ട് അങ്ങ് വൃദ്ധനായിരിക്കുകയാണ്. എന്നാൽ ഈ ജര അന്യനിലേക്ക് സംക്രമിപ്പിച്ച് അങ്ങയുടെ യൗവനം കൊണ്ട് അങ്ങേക്ക് വിഷയസുഖങ്ങൾ അനുഭവിക്കാമെന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. അങ്ങനെ രാജാവിൻ്റെ ആഗ്രഹമനുസരിച്ച് അദ്ദേഹത്തിന് യൗവനം നൽകി ജരയെ സ്വീകരിക്കുന്ന പുത്രൻ രാജാവും ആയുഷ്മാനും കീർത്തിമാനുമാകുമെന്ന് ആര് പറഞ്ഞു? ശുക്രാചാര്യർ പറഞ്ഞു. അങ്ങനെ നമ്മുടെ യയാതി മഹാരാജാവ് അവസാനത്തെ മകനായ പൂരുവിൽ നിന്ന് യൗവനം കടം വാങ്ങിക്കുകയാണ്. അച്ഛനാൽ അനുനയിക്കപ്പെട്ട ദേവയാനിയും രാജാവിനോടുകൂടി എവിടേക്ക് പോയി? രാജധാനിയിലേക്ക് പോയി. അങ്ങനെ നമ്മുടെ ശുക്രാചാര്യർ ദേവയാനിയെ പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിപ്പിച്ച് അച്ഛൻ പറഞ്ഞ് എന്ത് ചെയ്തു? രണ്ടുപേരും കൂടെ, താങ്ക് യു മാതാജി, നമ്മുടെ രാജാവും ദേവയാനിയും കൂടെ കൊട്ടാരത്തിലേക്ക് പോയി. ദേവയാനിക്കും ശർമ്മിഷ്ഠയ്ക്കും ജരാനരകൾ ബാധിച്ച രാജാവിൻ്റെ വാർദ്ധക്യ അവസ്ഥയിൽ ഭയങ്കര വിഷമം തോന്നി. അവരെന്ത് ചെയ്തു? മക്കൾക്ക് വാർദ്ധക്യം കൊടുത്ത് അവരുടെ യൗവനം ഏറ്റുവാങ്ങാൻ വേണ്ടി രാജാവിനോട് പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നമ്മുടെ മക്കൾക്ക് ഈ വാർദ്ധക്യം കൊടുക്കൂ, എന്നിട്ട് അവരുടെ യൗവനം നിങ്ങൾ ഏറ്റുവാങ്ങൂ എന്ന് പറഞ്ഞു. വിഷയസുഖങ്ങളിൽ മനസ്സിന് തൃപ്തി വന്നിട്ടില്ലാത്ത യയാതി എന്ത് ചെയ്തു? തൻ്റെ മക്കളെ വിളിച്ചിട്ട് ഓരോരുത്തരോടും ജരാനരകൾ ഏറ്റുവാങ്ങി യൗവനം എനിക്ക് തരുമോ എന്നിങ്ങനെ അപേക്ഷിച്ചു. അങ്ങനെ 5 മക്കളുണ്ടല്ലോ, 2 ഭാര്യമാരിലും കൂടെ. യയാതി മഹാരാജാവിന് നമ്മുടെ ദേവയാനിയിലും ശർമ്മിഷ്ഠയിലും കൂടെ 5 മക്കളുണ്ട്. ദേവയാനിക്ക് 2ഉം ശർമ്മിഷ്ഠയ്ക്ക് 3ഉം. ഈ 5 മക്കളോടും അദ്ദേഹം എന്ത് ചോദിച്ചു? യൗവനം ചോദിച്ചു. പക്ഷേ ആദ്യത്തെ 4 മക്കളായ യദു, തുർവസു, ദ്രുഹു, അനു ഇവരാരും തന്നെ അച്ഛന് യൗവനം കൊടുക്കാൻ തയ്യാറായില്ല. ഇളയ മകനായ പൂരു ആകട്ടെ അച്ഛൻ്റെ ആഗ്രഹം അനുസരിച്ചിട്ട്, അച്ഛാ, എൻ്റെ യൗവനം അച്ഛനെടുത്തോളൂ എന്ന് പറഞ്ഞു. വളരെ സന്തുഷ്ടനായ യയാതി എന്ത് ചെയ്തു? 4 ജ്യേഷ്ഠപുത്രന്മാരെയും രാജതമോ രാജചിഹ്നമോ കൊടുക്കാതെ ശപിച്ച് പുറത്താക്കി. 4 മക്കളോടും പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കാത്തവരാണ്, നിങ്ങൾ ഈ രാജ്യത്തുനിന്ന് പുറത്തു പോകുന്ന പറഞ്ഞ് പുറത്താക്കി.
പൂരുവിൽ നിന്ന് എന്ത് ചെയ്തു? അവസാനത്തെ മകനായ പൂരുവിൽ നിന്ന് വാർദ്ധക്യത്തിന് പകരം യൗവനം വാങ്ങിയിട്ട് സുഖമായി വിഷയസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു. ആ കാലത്ത് സത്കർമ്മങ്ങളൊക്കെ അദ്ദേഹം ഒരുപാട് ചെയ്തു. ദേവന്മാരെയും പിതൃക്കളെയും ബ്രാഹ്മണരെയും എല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരുപാട് കാമഭോഗങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് 1000 കൊല്ലം അദ്ദേഹം സത്യധർമ്മങ്ങൾ അനുസരിച്ചുകൊണ്ട് രാജ്യം ഭരിച്ച് ജീവിച്ചു. കാലം പോയത് അദ്ദേഹം അറിഞ്ഞതേയില്ല. അങ്ങനെ 1000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യയാതിക്ക് വിവേക വൈരാഗ്യങ്ങളുണ്ടായി. സംസാര വിരക്തനായ അദ്ദേഹം പൂരുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, വിരക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തോടുള്ള നമ്മുടെ ഒരു വിരക്തി, അതുപോലെ ഭാര്യമാരോടുള്ള ഒരു വിരക്തി, അങ്ങനെ കാരണം പ്രായം കുറേ ആയി. അങ്ങനെ ആയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? അദ്ദേഹത്തിന്റെ മകനായ പൂരുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ യൗവനത്തിന്റെ പ്രഭാവത്തില് ഞാൻ ഇത്രയും കാലം ജീവിച്ചു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, കാമ അനുഭവത്താൽ കാമത്തെ ശമിപ്പിക്കാൻ സാധിക്കില്ല. നെയ്യ് കൊണ്ട് അഗ്നിയെ കെടുത്താമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അത് വളരെ തെറ്റാണ്. ലോകത്തിലുള്ള സകല സ്വർണവും സകല സുന്ദരികളും സകല ധനവും കിട്ടിയാലും ഒരു വ്യക്തിയുടെ ആഗ്രഹം തീരില്ല. പിന്നെയോ അതുകൊണ്ട് കാമം ഒരാളുടെ ശത്രുവാണെന്നും പ്രത്യേകം ശ്രദ്ധിക്കൂ. കാമം ഒരു വ്യക്തിയുടെ ശത്രുവാണെന്നും കാമത്തെ നശിപ്പിക്കുകയാണ് വേണ്ടതെന്നും എനിക്കിപ്പം മനസ്സിലായി മോനെ. അതുകൊണ്ട് ഞാനിനി തപസ് ചെയ്യാൻ വേണ്ടി വനത്തിലേക്ക് പോവാണ്. എൻ്റെ പ്രിയപ്പെട്ട മകനാണ് നീ. എന്നിൽ നിന്ന് യൗവനമൊക്കെ നീ മടക്കി വാങ്ങിയിട്ട് ഈ രാജ്യത്തെയും പരിപാലിച്ച് നീ സുഖമായി ജീവിക്കുമോനെ എന്ന് പറഞ്ഞു. രാജാവ് എന്ത് ചെയ്തു? പുരവാസികളോടും ബ്രാഹ്മണരോടൊക്കെ ചെന്ന് പറഞ്ഞു, യദു, തുർവസു, ദ്രുഹു, അനു, അങ്ങനെ 4 മക്കളും എന്നെ അനുസരിക്കാത്തവരും എന്നെ നിന്ദിച്ചവരുമാണ്, വേദനിപ്പിച്ചവരുമാണ്. അതുകൊണ്ട് അവർ എൻ്റെ മക്കളായിട്ടിരിക്കാൻ ഒരു അർഹതയില്ല. മാതാപിതാക്കൾക്ക് താങ്ങും തണലുമായി നിന്ന് അവരെ അനുസരിക്കുന്നവരാണ് യഥാർത്ഥ മക്കൾ എന്ന് പറയുന്നത്. പൂരു ആണെങ്കിലോ എൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചു. അവനാണ് ഇനി വരും തലമുറ ഈ രാജ്യത്തിൻ്റെ അടുത്ത അവകാശി. അതുകൊണ്ട് അവനെ രാജാവാക്കി അഭിഷേകം ചെയ്തിട്ട് ഞാൻ തപസ് ചെയ്യാൻ വേണ്ടി വനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. നിങ്ങളെല്ലാവരും അതിന് അനുവാദം നൽകണമെന്ന് പറഞ്ഞു. പൗരജനങ്ങളുടെ, അതായത് ആ നാട്ടിലുള്ള എല്ലാവരുടെയും സമ്മതത്തോടെയും എല്ലാവരുടെ അനുഗ്രഹത്തോടും കൂടി പൂരുവിനെ രാജാവാക്കി വാഴിച്ചിട്ട് യയാതി എന്ത് ചെയ്ത്? വാനപ്രസ്ഥം സ്വീകരിച്ചിട്ട് കാട്ടിലേക്ക് മടങ്ങിപ്പോയി. പൂരു അച്ഛൻ്റെ ആഗ്രഹം അനുസരിച്ചിട്ട് സത്യധർമാദികളിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ ഒട്ടും പിന്മാറാതെ യഥാവിധി രാജ്യം ഭരിച്ചുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ച് അങ്ങനെ ജീവിച്ചു. ആ പൂരുവിൻ്റെ വംശമാണ് പ്രസിദ്ധമായ പൗരവംശം എന്നറിയപ്പെടുന്നത് കേട്ടോ. പൗരവ വംശം എന്നറിയപ്പെടുന്നത് പൂരുവിൻ്റെ ആ വംശത്തെയാണ്. ആ വംശത്തിലാണല്ലോ അങ്ങ് ജനിച്ചിട്ടുള്ളത്. യദുവിൻ്റെ വംശപരമ്പരയാണ് ആര്? യാദവന്മാരെന്ന് പറയുന്നത്. ദുർവസുവിൻ്റെ പരമ്പര യവനന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. ദ്രുഹുവിൻ്റെ വംശപരമ്പരയാണ് ഭോജന്മാർ. ഈ 5 മക്കളുണ്ടല്ലോ, അവർ ഓരോരുത്തരുടെ വംശപരമ്പരയെ കുറിച്ചാണ് പറയുന്നത്. അനുവിൻ്റെ വംശപരമ്പര മ്ലേച്ഛന്മാരായിട്ട് തീർന്നു. ഓക്കെ. പൂരുവിൻ്റെ വംശമാണ് പൗരവ വംശം. ആ വംശത്തിലാണ് അങ്ങ് ജനിച്ചിരിക്കുന്നത്. യദുവിൻ്റെ വംശപരമ്പരയാണ് യാദവന്മാര് കേട്ടോ. യദുവിൻ്റെ വംശപരമ്പരയെ യാദവന്മാരെന്നാണ് പറയുന്നത്. തുർവസുവിൻ്റെ വംശപരമ്പര യവനന്മാരെന്ന് പറയുന്നു. ദ്രുഹുവിൻ്റെ വംശപരമ്പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോജന്മാര്. അനുവിൻ്റെ വംശപരമ്പര എന്ന് പറഞ്ഞാൽ മ്ലേച്ഛന്മാര്. ഓക്കെ. അങ്ങനെ യയാതി ഒരുപാട് നാള് കഠിനമായിട്ടുള്ള തപസ്സൊക്കെ ചെയ്ത് അവസാനം ശരീരം ഉപേക്ഷിച്ചിട്ട് സ്വർഗലോകത്തിലേക്ക് പോയി. അദ്ദേഹം മരിച്ചു. സ്വർഗത്തിലെ ഒരുപാട് കാലം താമസിച്ച ശേഷം ഒരു ദിവസം ദേവേന്ദ്രനോട് ദേവന്മാരെയും ഗന്ധർവന്മാരെയും ഒക്കെ നിന്ദിച്ച് സംസാരിക്കാൻ തുടങ്ങി. തൻ്റെ തപശക്തിയിൽ അഹംഭാവം കൂടിയ രാജാവ് തപസ്സിൽ തന്നോട് തുല്യനായി ദേവന്മാരിലോ മനുഷ്യന്മാരിലോ ഗന്ധർവന്മാരിലോ മഹർഷിമാരിലോ ഒന്നും ആരെയും കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിന്ദയായി സ്വർഗത്തിൽ പോയിട്ട്.
എല്ലാവരെയും നിന്ദിച്ചു. എന്നേക്കാൾ വലിയ താപസന്മാരൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു മനുഷ്യനും ദേവന്മാരിലും ഇല്ല, മനുഷ്യന്മാരിലും ഇല്ല, ഗന്ധർവന്മാരിലോ മഹർഷിമാരിലോ ആരിലും എന്നെ പോലെ തപസ് അനുഷ്ഠിച്ച ഒരാളെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പുണ്യം ക്ഷയിച്ച രാജാവ് ദേവലോകത്തിൽ നിന്ന് കീഴോട്ട് പതിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞ് അഹങ്കരിച്ചപ്പം പുണ്യമൊക്കെ പോയ രാജാവ് എന്ത് ചെയ്തു? അയ്യോ സോറി ജ്യോതി മാതാജി. പുണ്യം പോയ രാജാവ് എന്ത് ചെയ്തു? ദേവലോകത്തു നിന്ന് താഴേക്ക് പതിച്ചു. അഷ്ടകൻ എന്ന ഒരു രാജർഷിയുടെ യാഗശാലയിലേക്കാണ് അദ്ദേഹം വന്ന് വീണത്. അവിടെ വെച്ചിട്ട് എന്താ ഉണ്ടായത്? വളരെ വിസ്തരിച്ചിട്ടുള്ള ഒരു ധർമ്മത്തെക്കുറിച്ചുള്ള സംസാരത്തിന് ശേഷം അഷ്ടകൻ പ്രദർദുനൻ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പേജ് ഇങ്ങനെ മടങ്ങിപ്പോയത് കാരണം മനസ്സിലാവുന്നില്ല. പ്രദർദുനൻ എന്നാണ് കേട്ടോ പേര്. എന്തൊരു പേരല്ലേ! അഷ്ടകൻ, പ്രദർദുനൻ, വസുമാൻ ഷിബി, അങ്ങനെയുള്ള ഭയങ്കരമായ രാജശ്രേഷ്ഠന്മാരോട് കൂടിയ വലിയൊരു തേരിലേറിയിട്ട് അദ്ദേഹം വീണ്ടും സ്വർഗത്തിലേക്ക് പോയി. ഇങ്ങനെ യയാതിയുടെ കഥയൊക്കെ പറഞ്ഞതിന് ശേഷം ജനമേജയന്റെ ആ ഒരു ആഗ്രഹം അനുസരിച്ചിട്ട് നമ്മുടെ വൈശംപായനൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് വൈശംപായനെ കൊണ്ട് പൂരുവിൻ്റെയും പാണ്ഡവന്മാരുടെയും ഒക്കെ കഥ പറയിപ്പിക്കണം അല്ലേ? വംശപരമ്പര അത് കറക്റ്റായിട്ട് നമുക്ക് പറയിപ്പിക്കണം. അതിനുശേഷം ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച മഹാഭിഷന്റെ ഒരു കഥയും കൂടെ നമുക്ക് പറയിപ്പിക്കണം. ആരെ കൊണ്ട്? നമ്മുടെ വൈശംപായനെ കൊണ്ട്. മഹാഭിഷൻ എന്ന് പറയുന്ന ധർമ്മിഷ്ഠനായ രാജാവ് 1000 അശ്വമേധയാഗങ്ങളും 100 രാജസൂയങ്ങളൊക്കെ നടത്തിയിട്ട് ഇന്ദ്രനെ അങ്ങ് സന്തോഷിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം എന്ത് ചെയ്ത്? സ്വർഗത്തിലെത്തിയിട്ട് ദേവലോകത്തൊക്കെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചു. ഒരു ദിവസം അദ്ദേഹം ദേവന്മാരോടും സിദ്ധന്മാരോടും രാജർഷിമാരോടൊക്കെ കൂടിയിട്ട് ബ്രഹ്മാവിനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മലോകത്തേക്ക് ചെന്നു. അപ്പോൾ തന്നെ അവിടെ ഗംഗാദേവിയും സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ ആര് വന്നു? ഗംഗാദേവി ബ്രഹ്മദേവനെ കാണാൻ വേണ്ടി വന്നു. എല്ലാവരും ബ്രഹ്മാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കാറ്റടിച്ചിട്ട് ഗംഗയുടെ വസ്ത്രം ഒന്ന് നീങ്ങി. ദേവന്മാരും ബാക്കി ആൾക്കാരൊക്കെ എന്ത് ചെയ്ത്? മുഖം താഴ്ത്തി ഇങ്ങനെ നിന്നു. കാരണം ഗംഗാദേവിയുടെ വസ്ത്രം മാറിപ്പോയി. അപ്പം ഗംഗാദേവിയുടെ ശരീരം കാണണ്ടെന്ന് ഓർത്തിട്ട് അവർ തലകുനിച്ച് നിന്നു. മഹാഭിഷൻ മാത്രം എന്ത് ചെയ്തു എന്നറിയോ? നഗ്നമായ ഗംഗാദേവിയുടെ ശരീരം കണ്ട് അങ്ങനെ ആസ്വദിച്ചു നിന്നു. അത് കണ്ടപ്പോഴേക്കും നമ്മുടെ ബ്രഹ്മദേവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പം എന്തുണ്ടായി? ബ്രഹ്മദേവൻ 2 പേരെ അങ്ങ് ശപിച്ചു. ദേവലോകത്ത് വരുന്ന മനഃശുദ്ധി നേടിയിട്ടില്ലാത്തത് കൊണ്ടാണ് മനുഷ്യനായി ഭൂമിയിൽ ദേവലോകത്ത് വന്ന ഈ വ്യക്തി നല്ല ഒരു മനഃശുദ്ധി നേടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്താഗതി വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താ പറയുന്നത്? വീണ്ടും മനുഷ്യനായി നീ ഭൂമിയിൽ തന്നെ പോയി ജനിക്കട്ടെ എന്ന് പറഞ്ഞു. അതാർക്കാണ്? മഹാഭിഷനുള്ള ശാപം. അക്കാലത്ത് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് പ്രവർത്തിക്കുന്നവരെ ഗംഗ അവൻ്റെ പത്നിയായി തീരുമെന്നും ബ്രഹ്മദേവൻ പറയാണ്. എന്താ പറയുന്നത്? എന്തെങ്കിലും അനിഷ്ടം പ്രവർത്തിക്കുന്നത് വരെ, എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് പ്രവർത്തിക്കുന്നത് വരെ ഗംഗ അവൻ്റെ ഭാര്യയായി തീരണമെന്നും ബ്രഹ്മാവ് പറഞ്ഞു. അനിഷ്ടം പ്രവർത്തിക്കുന്ന പത്നിയിൽ രാജാവിന് കോപമുണ്ടാകുമ്പോൾ ശാപമോക്ഷം ഉണ്ടാവട്ടെ എന്നും പറഞ്ഞു. മനസ്സിലായോ അത് ഞാൻ പറഞ്ഞത്? ഗംഗാദേവി വസ്ത്രം ഇട്ട് വന്നല്ലോ. അപ്പം വസ്ത്രം കാറ്റടിച്ചിട്ട് വസ്ത്രം അങ്ങ് മാറിപ്പോയി. അപ്പം ബ്രഹ്മദേവൻ ഗംഗാദേവീനെയും ഈ പറയുന്ന 2 പേരെയും കൂടെ ശപിക്കണം, മഹാഭിഷനെയും കൂടെ ശപിക്കണം. മഹാഭിഷൻ ആ ഒരു സൗന്ദര്യം ആസ്വദിച്ചു നിന്നു. അതിനിടവരുത്തിയത് ഗംഗാദേവി. അപ്പം ബ്രഹ്മദേവൻ പറയാണ്, നിനക്ക് നല്ല മനസ്സ് വന്നിട്ടില്ല, അതുകൊണ്ട് നീ ഇനിയും പോയി ഭൂമിയിൽ തന്നെ പതിക്കട്ടെ എന്ന് മഹാഭിഷനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഭാര്യയായിട്ട് ഈ ഗംഗയും കൂടെ ഉണ്ടാവും. അപ്പം ഗംഗയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് അവളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന കാലം വരെ അവൾ നിന്റെ ഭാര്യയായിരിക്കും. അതാണ് ഗംഗയ്ക്കുള്ള ശാപം. അപ്പം എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് ഗംഗയിൽ നിന്ന് ഉണ്ടാവുന്ന കാലം വരെ ഗംഗ നിന്റെ ഭാര്യയായിരിക്കും. പക്ഷേ ആ ഇഷ്ടക്കേട് വന്നു കഴിയുമ്പോൾ നിനക്ക് ശാപമോക്ഷമായി എന്ന് പറഞ്ഞു. ശാപം കിട്ടിയ ഈ രാജാവ് എന്ത് ചെയ്തു? മഹാഭിഷൻ എന്ന് പറയുന്ന രാജാവ് എന്ത് ചെയ്തു? ആരുടെ മകനായിട്ട് ജനിക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്.
ആ സമയത്താണ് പ്രദീപൻ എന്ന് പറയുന്ന അതിതേജസ്വിയായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു ഭൂമിയിൽ. എന്താ പേര്? പ്രദീപൻ എന്നു പേരായ അതിതേജസ്വിയായ ഒരു രാജാവ്, മഹാപ്രതാപശാലിയും ധർമ്മിഷ്ഠനും സർവസമ്മതനുമായിരുന്ന ആ രാജാവിൻ്റെ മകളായിട്ട് ജനിക്കുന്നത് നന്നായിരിക്കുമെന്ന് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു. മഹാഭിഷന്റെ ശാപത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ജനിക്കേണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ മടങ്ങുന്ന ഗംഗാദേവി വഴിയിൽ വെച്ചിട്ട് ദേവന്മാരായ 2 വസുക്കളെ കണ്ടു. അപ്പോൾ വളരെ വിഷമത്തോടു കൂടി വന്ന അവരെ കണ്ടിട്ട് ഗംഗാദേവി ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വർഗവാസികളായ നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു. ഗംഗാദേവി വരുമ്പോൾ ഇവർ 2 വസുക്കൾ, ദേവന്മാരായ വസുക്കൾ ഇങ്ങനെ വരികയാണ്. അവരെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. അപ്പോൾ ഗംഗാദേവി ചോദിച്ചു, എന്തിനാ നിങ്ങളിങ്ങനെ വിഷമിച്ചുകൊണ്ട് വരുന്നത്? നിങ്ങൾക്ക് ദേവലോകത്ത് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ വസുക്കൾ പറയാണ്, ദേവി, ഞങ്ങൾ വലിയൊരു വിഷമത്തിലാണ്. വസിഷ്ഠ മഹർഷി സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ മാനിക്കാതെ ആ വഴി ഇങ്ങ് കടന്നു വന്നു. അദ്ദേഹം കോപിച്ച് ഞങ്ങൾ മനുഷ്യരായി ജനിക്കട്ടെ എന്നങ്ങ് ശപിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വെറുതെ ആവില്ലല്ലോ. ഒരു മനുഷ്യ സ്ത്രീയുടെ യോനിയിൽ പോയി ജനിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അല്ലയോ ദേവി, ഭവതി ഒരു മനുഷ്യ സ്ത്രീയായി വന്ന് ഞങ്ങളുടെ അമ്മയാവോ എന്ന് ചോദിച്ചു. ഗംഗാദേവിയോട് ചോദിക്കുകയാണ്, ഞങ്ങളൊരു സാധാരണ മനുഷ്യ സ്ത്രീയുടെ യോനിയിൽ പോയി ജനിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ദേവി ഒരു എന്തോ വീണു. മനസ്സിലായില്ല. അപ്പൊ പറഞ്ഞു, ഞങ്ങളൊരു സാധാരണ മനുഷ്യ സ്ത്രീയുടെ യോനിയിൽ പോയി ജനിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ദേവി ഒരു കാര്യം ചെയ്യോ, ദേവി ഭൂമിയിൽ ഒരു മനുഷ്യ സ്ത്രീയായി വന്നിട്ട് ഞങ്ങളുടെ അമ്മയാവോ എന്ന് ചോദിച്ചു. ആ ആഗ്രഹം അറിയിക്കാനായിട്ട് അങ്ങോട്ട് വരുമ്പോഴാണ് ദേവീനെ ഞങ്ങൾ വഴിയിൽ വെച്ച് കാണുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഗംഗാദേവിക്ക് സമ്മതമായിരുന്നു. കാരണം താനും അതായത് ഗംഗാദേവിയും ഒരു മനുഷ്യ സ്ത്രീയായി ജനിക്കണം എന്നുള്ള ശാപവും വാങ്ങിക്കൊണ്ട് വരുന്ന വഴിയാണല്ലോ. എന്നാൽ ആരെയാണ് പിതാവായി സ്വീകരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് ഗംഗാദേവി ചോദിച്ചു. ശരി, ഞാൻ അമ്മയാവാം, എൻ്റെ യോനിയിൽ നിങ്ങൾ ജനിച്ചോളൂ, പക്ഷേ ആരെയാണ് നിങ്ങൾ അച്ഛനായിട്ട് സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നത്? അപ്പോൾ വസുക്കൾ പറഞ്ഞു, അതിതേജസ്വിയും ധർമ്മപരനുമായ പ്രദീപ രാജാവിന് ശന്തനു എന്ന ഒരു മകൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ ശന്തനുവിൻ്റെ കഥയൊക്കെ? പറയാണ്, ഭയങ്കര തേജസ്വിയായിട്ടുള്ള ധർമ്മിഷ്ഠനായിട്ടുള്ള പ്രദീപ രാജാവിന് ശന്തനു എന്നൊരു മകൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളായിട്ട് ജനിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഗംഗാദേവിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ, മഹാഭിഷൻ തന്നെയാണല്ലോ ശന്തനായിട്ട് ജനിക്കാൻ പോകുന്നത്. നേരത്തെ ഗംഗാദേവിയുടെ ശരീരം കണ്ട് ആസ്വദിച്ച മഹാഭിഷൻ തന്നെയാണ് ആരായിട്ട് ജനിക്കാൻ പോകുന്നത്? ശന്തനുവായിട്ട് ജനിക്കാൻ പോകുന്നത്. ശന്തനുവിൻ്റെ ഭാര്യയായിട്ട് അഷ്ടവസുക്കളുടെയും മാതാവാകാമെന്ന് ആര് പറഞ്ഞു? ഗംഗ പറഞ്ഞു. എന്നാൽ പ്രസവിച്ച ഉടനെ തന്നെ ഞങ്ങളെ ഗംഗയിലേക്ക് എറിഞ്ഞ് കൊല്ലണമെന്നാണ് വസുക്കളുടെ അടുത്ത പ്രാർത്ഥന. ഞങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങളെ ഗംഗാനദിയിലേക്ക് എറിഞ്ഞ് കൊല്ലണം. കാരണം മനുഷ്യലോകത്തിൽ ജനിച്ചിട്ട് കർമ്മബന്ധങ്ങൾ പെടുന്നത് ഈ അഷ്ടവസുക്കൾക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അത് കേട്ടപ്പോൾ ഗംഗാദേവി പറഞ്ഞു, ശരി, അത് ചെയ്യാം, പക്ഷേ ഒരു കുട്ടി ജീവനോടെ ഇരിക്കണം. 8 കുട്ടികളെ ജനിപ്പിച്ചിട്ട് ഒരു കുട്ടിയെയെങ്കിലും വളർത്തി പിതാവിന് കൊടുക്കാതിരുന്ന അത് ധർമ്മമാവില്ല, അത് വലിയ അധർമ്മമായി പോവും എന്ന് പറഞ്ഞു. എന്താണ് അതിനൊരു മാർഗമെന്ന് ആലോചിച്ചോളാൻ ഗംഗാദേവി ഈ അഷ്ടവസുക്കളോട് പറഞ്ഞു. അപ്പോൾ വസുക്കൾ പറഞ്ഞു, ശരി, ഞങ്ങളെല്ലാവരും 8ൽ ഒരു ഭാഗം വീര്യം കൈവിടാം. അതുകൊണ്ടുണ്ടാകുന്ന പുത്രൻ, വീര്യം എന്ന് പറഞ്ഞ ശുക്ലം കേട്ടോ, ഞങ്ങളെല്ലാവരും 8ൽ ഒരു ഭാഗം വീര്യം ഞങ്ങൾ ഒഴിവാക്കാം. അതുകൊണ്ടുണ്ടാകുന്ന മകൻ അച്ഛന് സന്തോഷത്തോടെ ഉണ്ടാകട്ടെ. എന്നാൽ ആ കുട്ടി നിത്യബ്രഹ്മചാരിയായി ജീവിച്ചിട്ട് അമരത്വം പ്രാപിക്കണം. അവൻ ലോകത്തിൽ അതിപ്രസിദ്ധനായി തീരുകയും ചെയ്യും. ഗംഗയ്ക്കും അത് സമ്മതമായി. അങ്ങനെ ഭാവി കാര്യങ്ങളെല്ലാം ആലോചിച്ച് തീരുമാനിച്ച് അവരെല്ലാവരും പിരിഞ്ഞുപോയി.
ആ സമയത്താണ് പ്രതാപശാലിയായിരുന്ന പ്രദീപ രാജാവ് രാജ്യഭാരമൊക്കെ മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ട് ഗംഗാതീരത്ത് പോയി ഇങ്ങനെ തപസ് ചെയ്യാൻ തീരുമാനിച്ചത്. ആരുമില്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് ആശ്രമമൊക്കെ ഉണ്ടാക്കി കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ജീവിതം നയിച്ച അദ്ദേഹം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ കൃത്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ജപിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗംഗാദേവി ഭയങ്കര സുന്ദരിയായ ഒരു യുവതിയുടെ വേഷത്തില് രാജാവിൻ്റെ വലത്തേ തുടയുടെ മുകളിൽ വന്നിരുന്നു. എന്നിട്ടോ മനസ്സിൻ്റെ നിയന്ത്രണം സാധിച്ചെടുത്ത രാജാവ് എന്ത് ചെയ്ത് യാതൊരു പേടിയും കൂടാതെ അദ്ദേഹം ചോദിച്ച് ആ സ്ത്രീ ആരാണെന്നും എന്താണ് ആവശ്യമെന്നും ഒക്കെ ചോദിച്ചു. അപ്പോൾ സ്ത്രീരൂപത്തിൽ വന്ന ഗംഗാദേവി പറഞ്ഞു, രാജാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങ് എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. കാമവതികളായ സ്ത്രീകളെ ഉപേക്ഷിക്കുന്നത് അധർമ്മമാണെന്നാണ് സജ്ജനങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പം രാജാവ് പറഞ്ഞു, വത്സേ, നീ പറയുന്നത് ശരിയാണ്, പക്ഷേ നീ എൻ്റെ വലത് ഭാഗത്തുള്ള കാലിൻ്റെ തുടയിലാണ് വന്നിരുന്നത്. അത് പുത്രന്മാർക്കും പുത്രഭാര്യമാർക്കും ഉള്ള സ്ഥാനമാണ്. ഓക്കെ, പത്നിമാരെന്ന് പറഞ്ഞാൽ ഭാര്യ ആവാൻ പോകുന്നവൾ അല്ലെങ്കിൽ ഭാര്യമാർന്ന് പറഞ്ഞാൽ ഇടത്തേ കാലിൻ്റെ തുടയിലാണ് ഇരിക്കേണ്ടത്. അതാണ് ധർമ്മം എന്ന് പറഞ്ഞു. അതിനെതിരായി ഞാൻ പ്രവർത്തിക്കില്ല, എനിക്ക് ധർമ്മം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ നിന്നെ ഭാര്യയായി സ്വീകരിച്ചാൽ ഉറപ്പായിട്ടും നിമിത്തപ്രകാരം അത് അധർമ്മമായി തീരും. അതുകൊണ്ട് ഞാൻ നിന്നെ എൻ്റെ മക്കളുടെ ഭാര്യയായിട്ട് സ്വീകരിക്കാം, കുറച്ചു കാലം നീ കാത്തിരിക്കുമെന്ന് പറഞ്ഞു. ഗംഗാദേവിക്കും സത്യം പറഞ്ഞ ഇത് തന്നെയായിരുന്നു ആവശ്യം. രാജാവിൻ്റെ ആ ഒരു അഭിപ്രായം കേട്ടിട്ട് ഗംഗാദേവി അപ്പം തന്നെ അപ്രത്യക്ഷമായി പോയി. ശാന്തനായി തപസ് ചെയ്തിരുന്ന പ്രദീപ രാജാവിന് വാർദ്ധക്യത്തിൽ ശാന്തമായിട്ട് തപസ് ചെയ്തു വന്ന പ്രദീപ രാജാവിന് അവസാന കാലം ഒത്തിരി വാർദ്ധക്യം, താങ്ക് യു മാരാർ, അവസാന കാലം വന്നപ്പോഴേക്കും ഒരു മകനുണ്ടായി. ആ മകൻ അദ്ദേഹം എന്ത് ചെയ്തു, ശന്തനു എന്നൊരു പേര് വെച്ചു. ആ മകന് യൗവന പ്രായം വന്നപ്പോഴേക്കും ശന്തനുവിനെ വിളിച്ചിട്ട് ഈ അച്ഛൻ പറയാണ്, മോനെ, നിന്നെ രാജ്യകാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ പുണ്യലോകത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ അതിസുന്ദരിയായിട്ടുള്ള ഒരു ദിവ്യയായിട്ടുള്ള ഒരു സ്ത്രീ നിന്റെ ഐശ്വര്യത്തിനായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവള് പുത്രാർത്ഥിനിയായി നിന്റെ അടുത്ത് വരികയാണെങ്കിൽ നീ ഏതാണ്, ആരുടെ മകളാണ് എന്നൊന്നും നീ ചോദിക്കേണ്ട. പുത്രനെ ആഗ്രഹിച്ചുകൊണ്ടാണ് അവൾ നിന്റെ അടുത്തേക്ക് വരുന്നതെങ്കിൽ നീ ആരാണ്, എന്താണ്, എവിടെ നിന്നാണ്, ആരുടെ മകളാണ്, ഇതൊന്നും നീ ചോദിക്കേണ്ട. നീ നേരെ അവളെ അങ്ങ് സ്വീകരിക്കുക. അവൾ എന്ത് ചെയ്താലും നീ അതിൽ അപ്രിയം ഒന്നും ചിന്തിക്കരുത്, ഇഷ്ടക്കേടൊന്നും കാണിക്കരുത്. എൻ്റെ ആവശ്യപ്രകാരമാണ് നീ അവളെ സ്വീകരിക്കുന്നതെന്ന് നീ മനസ്സിലങ്ങ് ഉറപ്പിച്ചോ. ഇത്രയും പറഞ്ഞിട്ട് പ്രദീപ രാജാവ് എന്ത് ചെയ്തു, ശന്തനുവിനെ രാജാവാക്കി അഭിഷേകമൊക്കെ ചെയ്തിട്ട് വാനപ്രസ്ഥവും സ്വീകരിച്ച് കാട്ടിലേക്ക് പോയി. ഒരുപാട് കാലം കഴിയുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം പ്രദീപ രാജാവ് മരിച്ചു. ശന്തനുവും അച്ഛനെ പോലെ തന്നെ നല്ല സത്യധർമ്മങ്ങളിലൊക്കെ ഒരിത്തിരി പോലും വിട്ടുവീഴ്ച കാണിക്കാതെ രാജ്യമങ്ങ് ഭരിച്ചു കൊണ്ടുവന്നു. നല്ല ധർമ്മിഷ്ഠനും താപസനും തേജസ്വിയുമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ആ രാജ്യത്തുള്ള എല്ലാവർക്കും സന്തോഷമായി എന്ന് മാത്രമല്ല, രാജ്യം വളരെയധികം അഭിവൃദ്ധിപ്പെട്ടു. അങ്ങനെ ഇന്ദ്രതുല്യനും, അതായത് ഇന്ദ്രന് തുല്യമായിട്ടുള്ളവനും അത്യന്തം ധർമ്മിഷ്ഠനുമായ നമ്മുടെ ശന്തനു മഹാരാജാവ് പ്രജാപാലനത്തിൽ, പ്രജകളെയൊക്കെ നോക്കുന്ന കാര്യത്തിൽ ഭയങ്കരം താല്പര്യമുള്ള ഒരാളായിരുന്നു. സത്യവും ധർമ്മവും അനുസരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ പ്രജകളെല്ലാം സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും രാജ്യത്തിൻ്റെ ഭരണത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നായാട്ടിലും വലിയ ഇഷ്ടമായിരുന്നു. പലപ്പോഴും കൂടെയുള്ളവരുടെ കൂടെ കാട്ടിലൊക്കെ ചുറ്റി നടന്ന് വേട്ടയാടി മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നത് ഈ ശന്തനു രാജാവിൻ്റെ വലിയൊരു ഹോബിയായി മാറി, വിനോദമായി മാറി. അങ്ങനെ ഒരു ദിവസം ഗംഗയുടെ തീരത്തുള്ള കാട്ടിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ അസാധാരണമായ സൗന്ദര്യത്തോടു കൂടി ഒരു സ്ത്രീയെ കണ്ടു ശന്തനു മഹാരാജാവ്.
അവൾ ഭയങ്കരം ദിവ്യമായിട്ടുള്ള കുറേ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുമുണ്ട്. മനോഹാരിണിയായ ആ തരുണീമണിയുടെ അനാദൃശ്യമായ ആ ഒരു സൗന്ദര്യത്തിൽ, പറഞ്ഞറിയിക്കാനാവാത്ത ആ ഒരു സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെട്ടു നമ്മുടെ ശന്തനു മഹാരാജാവ്. എന്നിട്ട് ശന്തനു എന്ത് ചെയ്ത് മെല്ലെ അവളുടെ അടുത്തേക്ക് അങ്ങ് പോയി. എന്നിട്ട് അച്ഛൻ പറഞ്ഞ വാക്കുകൾ രാജാവ് ഇങ്ങനെ ഓർത്തു. അപ്പോൾ രാജാവ് ആ സുന്ദരിയോട് എൻ്റെ ഭാര്യയാവാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സ്ത്രീരൂപം ധരിച്ചു വന്ന ഗംഗാദേവിയാണല്ലോ അത്. വസുക്കളോട് ചെയ്ത ആ ഒരു പ്രതിജ്ഞ ഓർത്തിട്ട് രാജാവിൻ്റെ അപേക്ഷയെ സ്വീകരിക്കാൻ വേണ്ടി നല്ല എളുപ്പം തന്നെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി അവൾ എന്ത് ചെയ്തു, റെഡിയായി. എന്നാൽ ഒരു ഉപാധി അവൾ രാജാവിൻ്റെ മുമ്പിൽ വെച്ചു. എന്താണെന്നറിയോ? രാജാവ് ഒരിക്കലും അവളോട് ഒരു ഇഷ്ടക്കേടും കാണിക്കരുത്, ഒന്നും പറയോ ഒന്നും ചെയ്യാൻ പാടില്ല, നല്ലതോ ചീത്തയോ സ്വീകരിക്കാൻ പറ്റുന്നതോ സ്വീകരിക്കാൻ പറ്റാത്തതോ ആയ എന്ത് ചെയ്താലും ശരി ഒരു വിരോധവും അതിൽ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അവൾ ആരാണെന്നുള്ള ആ ഒരു സത്യവും രാജാവ് അവളോട് ചോദിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താൽ, അങ്ങനെ എങ്ങാനും രാജാവ് ചെയ്താൽ, അവൾ പറയുന്നതിന് വിരുദ്ധമായിട്ട് നീ ആരാണ്, എന്താണ്, എവിടുന്നാണ് എന്നൊക്കെ ചോദിച്ചാൽ ആ നിമിഷം തന്നെ അവൾ രാജാവിനെ വിട്ടിട്ട് പോകുമെന്നും പറഞ്ഞു. കാമപരവശനായ രാജാവ് എന്ത് ചെയ്ത്, അവൾ പറയുന്നതെല്ലാം അങ്ങ് സ്വീകരിച്ചു. എന്നിട്ട് ഗംഗാദേവി ശന്തനു രാജാവിനെ സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ട് അങ്ങനെ ജീവിച്ചു. നാരീരൂപധാരിണിയായ, അതായത് സ്ത്രീരൂപം ധരിച്ച മനുഷ്യ സ്ത്രീയെ പോലെ രൂപം ധരിച്ച ഗംഗാദേവി രാജാവിനെ ഒരു തരത്തിലുള്ള ഇഷ്ടക്കേടുകളും തോന്നാത്ത രീതിയിൽ തന്നെ സ്നേഹത്തോടുകൂടി അങ്ങനെ ജീവിച്ചു. തനിക്ക് ത്രൈലോക്യ സുന്ദരിയെ സഹധർമ്മിണിയായിട്ട്, അതായത് 3 ലോകങ്ങളിലും വെച്ച് സുന്ദരിയായ ഒരു ഭാര്യയെ കിട്ടിയത് മഹാഭാഗ്യമായിട്ടാണ് ഈ രാജാവ് കരുതുന്നത്. അവൾ എന്ത് ചെയ്താലും തന്നെ അദ്ദേഹം ഒന്നും ചോദിക്കുകയില്ല, പറയുകയില്ല. ഒരു സ്നേഹക്കുറവില്ലാതെ അവർ നല്ല സന്തോഷത്തോടെ സംതൃപ്തിയോടുകൂടി പലവിധ ദാമ്പത്യ ലീലകളാടിക്കൊണ്ട് സന്തോഷത്തോടെ അവരങ്ങ് ജീവിച്ചു. കാലം പോയതേ അറിഞ്ഞില്ല. സമയം കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ആ സുന്ദരി ഓരോരോ മക്കളെയായിട്ട് പ്രസവിക്കാൻ തുടങ്ങി. ഓരോരോ ആൺകുട്ടികളെയായിട്ട് അവൾ അങ്ങനെ പ്രസവിച്ചു. എന്നാൽ പ്രസവിച്ച ഉടനെ തന്നെ അവൾ എന്ത് ചെയ്യുന്നറിയോ? ഈ കുട്ടീനെ എടുത്ത് ഗംഗയുടെ അടുത്ത് പോയിട്ട് ചെന്നിട്ട് ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാം, ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാം, ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗംഗയിലേക്ക് പ്രസവിച്ച കുട്ടീനെ എറിയും. ശന്തനു രാജാവിന് കോമളന്മാരെ പോലെയുള്ള മക്കളെ ഇങ്ങനെ വെള്ളത്തിലെറിഞ്ഞ് കൊല്ലുന്നത് ഒട്ടും ശന്തനു രാജാവിന് ഇഷ്ടമില്ല. പക്ഷേ ഇവളങ്ങാണ്ടും എന്നെ ഉപേക്ഷിച്ചു പോയാലോ, ഞാനിത് ചോദിച്ചാൽ നോർത്തിട്ട് അദ്ദേഹം അത് ചോദിക്കാനും ധൈര്യപ്പെട്ടില്ല. ആ ഇഷ്ടക്കേടും വിഷമവും ദുഃഖവും എല്ലാം ശന്തനു രാജാവ് എന്ത് ചെയ്ത് ഉള്ളിൽ തന്നെ ഇങ്ങനെ അടക്കി വെച്ചു. 8ാമത്തെ മകൻ ജനിച്ചപ്പോഴും പതിവ് പോലെ ഗംഗാദേവി എന്ത് ചെയ്ത് ആ കുട്ടീനെ എടുത്ത് ഗംഗയിലേക്ക് എറിയാൻ വേണ്ടി പോയപ്പോൾ അത് തീരെ സഹിക്കാൻ 7 കുട്ടികളെയും കൊന്നു. ഇനി 8ാമത്തെ കുട്ടീനെയും കൂടി കൊല്ലാൻ തുടങ്ങിയപ്പോഴേക്കും ഒട്ടും സഹിക്കാൻ പറ്റാതെ ശന്തനു രാജാവ് പോയിട്ട് തടഞ്ഞിട്ട് പറഞ്ഞു, പുത്രഘാതിനി, മകനെ കൊല്ലുന്നവളെ, നീ ഇപ്പോൾ വേണ്ടത്ര പാപം ചെയ്ത് നീ പാപങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ നീ നേടിയെടുത്തു. ഇനി ഈ മകനെയും കൂടി നീ കൊല്ലരുത്. ശരിക്കും പറ, സത്യം പറ, നീ ആരാണ്? ഇങ്ങനെ കുട്ടികളൊക്കെ കൊല്ലാൻ എന്താ കാരണം എന്ന് ചോദിച്ചു. ഉടനെ ഗംഗാദേവി എന്തു ചെയ്തു? അങ്ങയുടെ ആഗ്രഹമനുസരിച്ച് ഞാൻ ഈ കുട്ടിയെ കൊല്ലുന്നില്ല. ഞാൻ ജനുപുത്രിയായ ഗംഗയാണ്. ദേവകാര്യത്തിനു വേണ്ടി നാരീരൂപം പൂണ്ട് അങ്ങയുടെ ഭാര്യയായി ഇത്രയും കാലം ഞാൻ താമസിച്ചു. ഈ 8 കുട്ടികൾ അഷ്ടവസുക്കളാണ്. ആഭവന്റെ ശാപം കൊണ്ട് അവർക്ക് മനുഷ്യനായി ജനിക്കേണ്ടി വന്നു. അവരുടെ അമ്മയാകുവാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്ത്രീ നാരീരൂപം ധരിച്ചിരിക്കുന്നത്. ജനിച്ച ഉടനെ മനുഷ്യജന്മം അവസാനിപ്പിച്ച് ശാപമുക്തരാക്കുവാനാണ് ഞാൻ അവരെ ഗംഗയിലേക്ക് എറിഞ്ഞത്. വസുക്കളോടുള്ള കരാറു പ്രകാരം അവരുടെ അംശജാതനായ 8ാമത്തെ മകൻ അങ്ങയെ സന്തോഷിപ്പിക്കുവാനായി ജീവിക്കുന്നതാണ്. ഗംഗാദത്തൻ എന്ന പേരിൽ ഇവൻ ലോകം മുഴുവൻ അറിയപ്പെടും എന്ന് പറഞ്ഞു. എന്താ പേര്? ഗംഗാദത്തൻ. ഇത് കേട്ടപ്പോഴേക്കും ശന്തനുവിൻ്റെ അറിയാനുള്ള ആകാംക്ഷ വർദ്ധിച്ചു. അപ്പം അദ്ദേഹം ചോദിച്ചു, ആരാണ് ഈ ആഭവൻ? ആഭവന്റെ ശാപം കൊണ്ടെന്ന് പറഞ്ഞില്ലേ, ആരാണ് ഈ ആഭവൻ?
വസുക്കൾ മനുഷ്യരായി ജനിക്കത്തക്കവണ്ണം എന്ത് പാപമാണ് ചെയ്തത്? ഈ അഷ്ടവസുക്കളൊക്കെ മനുഷ്യരായി ജനിക്കാൻ മാത്രം എന്ത് പാപമാണ് അവർ ചെയ്തത്? അവർ സർവ്വലോകേശ്വരന്മാരാണല്ലോ. ഭവതി എനിക്ക് നൽകുന്ന കുമാരൻ മനുഷ്യരുടെ ഇടയിൽ വസിക്കത്തക്കവണ്ണം എന്ത് പാപമാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്? ഇതെല്ലാം എനിക്ക് വിശദമായി കേൾക്കണം എന്ന് പറഞ്ഞു. നമുക്കും കേൾക്കണ്ടേ? കേൾക്കണോ വേണ്ടേ? വേഗം പറയൂ, കേൾക്കണോ വേണ്ടേ? നിങ്ങളും ഉറങ്ങും, ഞാനും ഉറങ്ങും. വേഗം പറഞ്ഞു. ഞാൻ പിന്നെ തൊണ്ടവേദനയുടെ ഗുളിക കഴിച്ചുകൊണ്ട് അതിൻ്റെ സഡേഷനിൽ ഉറങ്ങിപ്പോവും. നിങ്ങൾ കഥ കേട്ട് ഉറങ്ങും അല്ലേ? നമുക്കൊരു ദിവസേ ഒരു ഏകാദശിക്ക്, ഉറങ്ങാതിരിക്കുന്ന ഏകാദശി വരില്ലേ, അപ്പം നമുക്ക് രാത്രി മുഴുവൻ ലൈവ് എടുക്കാം. അന്ന് നിങ്ങൾക്ക് ഞാൻ നാഗപുരാണം പറഞ്ഞുതരാം. നാഗങ്ങളുടെ പുരാണം. ഓക്കെ, മനുസ്മൃതിയൊക്കെ ഉണ്ട് ഇവിടെ. മനുസ്മൃതി, ഗീതാ പഞ്ചകം, നാഗപുരാണം, വിഷ്ണു പുരാണം, ഉദ്ധവഗീത, വിദൂരനീതി, പുരാണകഥാമഞ്ജരി, കുറേ ബുക്സ് ഉണ്ട്. സ്കന്ദപുരാണം, ഗണേശപുരാണം, ഗരുഡപുരാണം, കുറേ പുസ്തകമുണ്ട്. അതിൽ നമുക്ക് നാഗപുരാണം പറയാം ഒരു ദിവസം. അങ്ങനെ ഈ കഥ എന്താന്നുള്ളതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. രാജാവിൻ്റെ ഈ ഒരു ചോദ്യം കേട്ടപ്പോഴേക്കും ഗംഗ കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി. ശിവരാത്രിക്ക് നമുക്ക് ലൈവ് എടുക്കാം. അന്ന് ശിവപുരാണം നമുക്ക് പറയാം. നല്ല നല്ല സജഷനാണ് കേട്ടോ. ശ്രീകൃഷ്ണൻ പ്രഭു പറഞ്ഞു നമുക്ക് ശിവരാത്രിക്ക് മഹാശിവപുരാണമുണ്ട്. 2 തരത്തിലുള്ള പുരാണങ്ങളുണ്ട്. പിന്നെ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ചരിതമൊക്കെ ഇവിടെ ഉണ്ട്. അതും ഒരു ദിവസം പറഞ്ഞുതരാം. നമ്മൾ അറിയേണ്ടവരൊക്കെ ആരാണ്? ഈ വിഷ്ണുമായ മാടനും മർദ്ദനൊക്കെ ആരാണ്? നമ്മൾ ഹിന്ദുക്കളല്ലേ? ഇതൊക്കെ നമ്മൾ ആരാധിക്കുന്ന പല ക്ഷേത്രങ്ങളിൽ ചെന്നാൽ കാണുന്നതല്ലേ. ബ്രഹ്മരക്ഷസ് ആരാണ്? അതൊക്കെ പറഞ്ഞുതരാം കേട്ടോ ഒരു ദിവസം. എൻ്റെ പ്രധാനപ്പെട്ട ജോലിയായിരുന്നു ഇതൊക്കെ വായിക്കൽ. അതൊക്കെ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ശിവരാത്രിക്ക് ശിവപുരാണം എടുക്കാം. ക്ഷമിക്കണം, ആ ടാബ്ലറ്റിൻ്റെ സഡേഷനാണ് കേട്ടോ. ദീപ കൃഷ്ണ മാതാജി ആണല്ലോ. ഓക്കെ സോറി മാതാജി. അങ്ങനെ ഗംഗ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. രാജാവേ, ആഭവൻ എന്ന് പറയുന്നത് വരുണപുത്രനായ വസിഷ്ഠൻ തന്നെയാണ്. എന്താ പറയുന്നത്? ആഭവൻ എന്ന് പറയുന്നത് വരുണന്റെ മകനായ വസിഷ്ഠൻ തന്നെയാണ്. എടുക്കാം മാതാജി നമുക്ക് നാഗപുരാണം. അദ്ദേഹം മഹാമേരു പർവ്വതത്തിന്റെ താഴെയുള്ള ഒരു ആശ്രമത്തിൽ തപസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. ആര്? വരുണന്റെ മകനായ വസിഷ്ഠൻ. അദ്ദേഹമാണ് ഈ ആഭവൻ എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിന് വേണ്ട ഹോമങ്ങൾക്ക് വേണ്ട ദ്രവ്യങ്ങളും മറ്റുമൊക്കെ നൽകാനായിട്ട് സർവകാമപ്രദാത്രിയും കാമധേനുവിൻ്റെ മകളുമായ നന്ദിനി ആ ആശ്രമത്തിലുണ്ടായിരുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം. വരുണന്റെ മകനായ വസിഷ്ഠനെയാണ് ആഭവൻ എന്ന് പറയുന്നത്. അദ്ദേഹം മഹാമേരു പർവ്വതത്തിന്റെ താഴ്വരയിൽ ഒരു ആശ്രമത്തിൽ ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ട് ജീവിക്കുകയായിരുന്നു. അപ്പം അദ്ദേഹത്തിന് വേണ്ട കുറേ ഹോമങ്ങളുടെ ദ്രവ്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി കാമധേനുവിൻ്റെ മകളായ നന്ദിനി, നന്ദിനി ആ ആശ്രമത്തിലുണ്ടായിരുന്നു. ഒരു ദിവസം അഷ്ടവസുക്കൾ ഇങ്ങനെ ആ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു പേടിയില്ലാതെ മേഞ്ഞു നടക്കുന്ന ഒരു പശുവിനെ കണ്ടു. ദ്യോവ് എന്ന വസുവിൻ്റെ പത്നിക്ക്, നമ്മൾ പറഞ്ഞില്ലേ വസുക്കൾ എന്ന് പറഞ്ഞില്ലേ അഷ്ടവസുക്കൾ, അപ്പം അതിൽ ദ്യോവ് എന്ന് പറയുന്നൊരു വസുവുണ്ട്. ആ വസുവിൻ്റെ ഭാര്യയ്ക്ക് ആ പശുവിനെ കണ്ടപ്പോഴേക്കും ഭയങ്കര ഇഷ്ടം തോന്നി. അതിൻ്റെ പാല് കുടിക്കുന്ന മനുഷ്യൻ 10,000 വർഷം യൗവനത്തോടുകൂടി ജീവിച്ചിരിക്കുന്നു കേട്ടപ്പോഴേക്കും ആ മനുഷ്യന്മാരുടെ ലോകത്തുള്ള സഖിയായ ജിതവതി എന്ന രാജപുത്രിക്ക് അവളെ കൊടുക്കണമെന്ന് അവൾക്ക് ഭയങ്കര ആഗ്രഹമായി. എന്താ പറയുന്നത്? ഈ ദ്യോവ് എന്ന് പറയുന്ന വസുവിൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ അലഞ്ഞു നടന്ന് ഈ പശുവിനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. ആ പശുവിൻ്റെ പാല് കുടിക്കുന്ന മനുഷ്യൻ 10,000 വർഷം യൗവനത്തോടു കൂടി ജീവിച്ചിരിക്കുന്നും കൂടെ കേട്ടപ്പോ, ആര് കേട്ടപ്പോ? വസുവിൻ്റെ ഭാര്യ കേട്ടപ്പോ ആ മനുഷ്യന്റെ ലോകത്തുള്ള
തൻ്റെ സഖിയായ, അതായത് വസുവിൻ്റെ ഭാര്യയുടെ സഖിയായ ജിതവതി എന്ന് പറയുന്ന രാജപുത്രിക്ക്, ജിതവതി എന്ന് പറയുന്ന ആ രാജപുത്രിക്ക് ആ പശുവിനെ കൊടുക്കണമെന്ന് അവൾക്ക് ഭയങ്കര ആഗ്രഹമായി. എങ്ങനെയെങ്കിലും അതുകൊണ്ട് ആ പശുവിനെ പിടിച്ചു തരണമെന്ന് അവൾ എന്ത് ചെയ്ത് ഭർത്താവായ ദ്യോവ് എന്ന് പറയുന്ന ഈ വസുവിനോട് ചോദിച്ചു. ഭാര്യയുടെ ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ദ്യോവ് എന്ത് ചെയ്ത്, ഭർത്താവായ ദ്യോവ് എന്ത് ചെയ്ത് മറ്റു വസുക്കളുടെ സഹായത്തോടെ നന്ദിനിയെ പിടിച്ചുകൊണ്ട് വന്നു. എന്നിട്ടോ മഹർഷി എന്ത് ചെയ്ത് ആശ്രമത്തിൽ മടങ്ങിയെത്തിയപ്പോഴേക്കും പശുവിനെ കാണുന്നില്ല. നമ്മൾ പറഞ്ഞില്ലേ അവിടെ ഒരു മഹർഷി ഉണ്ടെന്ന്, വരുണന്റെ മകനായ വസിഷ്ഠൻ. അദ്ദേഹമാണല്ലോ അവിടെ ഇങ്ങനെ പൂജ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു, ഈ വസുക്കളെല്ലാം കൂടെ നമ്മുടെ ദ്യോവ് എന്ന് പറയുന്ന വസുവിൻ്റെ ഭാര്യയുടെ ആഗ്രഹപ്രകാരം ഈ പശുവിനെ പിടിച്ചുകൊണ്ട് വന്ന്. മഹർഷി ആശ്രമത്തിൽ വന്നപ്പോഴേക്കും അവിടെയൊന്നും പശുവിനെ കാണാനില്ല. ജ്ഞാനദൃഷ്ടി കൊണ്ട് വസുക്കളാണ് നന്ദിനിയെ കട്ടുകൊണ്ട് പോയത് എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കി. ഭൂമിയിൽ അവർ മനുഷ്യരായി ജനിക്കാൻ ഇടയാവട്ടെ എന്നങ്ങ് ശപിച്ചു. ആ ശാപം അറിഞ്ഞിട്ട് പേടിച്ച വസുക്കൾ എന്ത് ചെയ്തു, ഓടി വന്നിട്ട് മഹർഷീനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞു നോക്കി. എൻ്റെ വാക്ക് ഒരിക്കലും നടക്കാതെ പോവില്ല, നിങ്ങളെല്ലാവരും മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ ജനിക്കും, അതുകൊണ്ട് പക്ഷെ മനുഷ്യൻ്റെ ശരീരത്തിൽ നിങ്ങൾ ഒരുപാട് കാലമൊന്നും താമസിക്കില്ല. ആ പശുവിനെ കട്ടെടുത്ത ദ്യോവ് മാത്രം, ദ്യോവാണല്ലോ കട്ടെടുത്തത്, ദ്യോവ് എന്ന് പറയുന്ന വസു, ആ പശുവിനെ കട്ടെടുത്ത ദ്യോവ് മാത്രം മനുഷ്യന്മാരുടെ ലോകത്തിൽ ഒരുപാട് കാലം താമസിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഈ ദ്യോവാണ് നമ്മൾ പറഞ്ഞില്ലേ 7 വസുക്കളെ കൊണ്ടുപോയി ഗംഗാദേവി പ്രസവിച്ച ഉടനെ 7 മക്കളെ കൊണ്ടുപോയി കടലിൽ ഗംഗയിലിട്ടു എന്ന് പറഞ്ഞില്ലേ. അപ്പം 8ാമത്തെ കുട്ടിയെ ജീവിപ്പിച്ച് ഭർത്താവിന് തരാമെന്ന് പറഞ്ഞല്ലോ ശന്തനുവിന്. അപ്പം ആ ദ്യോവിൻ്റെ പുനർജന്മമാണ് എന്ത്, ഈ പറയുന്ന 8ാമത്തെ കുട്ടി. അപ്പം ഈ മഹർഷി പറയാണ് ദ്യോവ് മാത്രം മനുഷ്യലോകത്ത് ഒരുപാട് കാലം ജീവിക്കും, എങ്കിലും ഒരു സ്ത്രീയുടെ പ്രേരണയ്ക്ക് വിധേയമായിട്ട് അധർമ്മം ചെയ്തത് കൊണ്ട്, അതായത് ദ്യോവിൻ്റെ ഭാര്യയാണല്ലോ ഈ പശുവിനെ പിടിച്ചു കൊടുക്കാൻ പറഞ്ഞത്. അപ്പം ആ പശുവിനെ പിടിച്ചു കൊടുക്കാൻ പറഞ്ഞത് ഒരു സ്ത്രീയുടെ പ്രേരണയ്ക്ക് വിധേയപ്പെട്ടിട്ടാണ്. അപ്പം അതുകൊണ്ട് അങ്ങനൊരു തെറ്റ് ദ്യോവ് ചെയ്തത് കൊണ്ട് അവൻ മനുഷ്യലോകത്ത് പോയി ജീവിച്ചു കഴിഞ്ഞാൽ അവന് സ്ത്രീ സംബന്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സർവവിദ്യാവിശാരദനും വിശ്വവിസ്തൃതനുമായിട്ട് എല്ലാ കാര്യങ്ങളിലും നല്ല അറിവും എല്ലാം നേടിക്കൊണ്ട് അയാൾ ഒരുപാട് കാലം ഭൂമിയിൽ ജീവിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് വസിഷ്ഠൻ എന്ത് ചെയ്ത് വീണ്ടും തപസ് ചെയ്യാൻ പോയി. അങ്ങനെ ഗംഗ പറയാണ് ആ വസുക്കളാണ്, ആ 7 വസുക്കളാണ് അങ്ങയുടെ മരിച്ചുപോയ 7 കുട്ടികൾ. അവരധികകാലം ഭൂമിയിൽ ജീവിക്കില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം ആ 7 കുട്ടികളെയാണ് ഞാൻ കൊണ്ടുപോയിട്ട് ഗംഗയിലിട്ടത്. പശുവിനെ കട്ട ദ്യോവാണ് അവസാനം ഉണ്ടായ ഈ മകൻ, 8ാമത്തെ മകൻ. മഹർഷിയുടെ ശാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ മകനെ, ഈ പുത്രനെ കൗമാരപ്രായമാകുമ്പോൾ ഞാൻ തന്നെ കൊണ്ടുവന്ന് അങ്ങേ ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഗംഗ എന്ത് ചെയ്തു, ഈ 8ാമത്തെ മകനെയും കൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ശന്തനു രാജാവാണെങ്കിലോ ഭാര്യ പോയ ആ ഒരു വിഷമം കൊണ്ട് രാജധാനിയിലേക്ക് മടങ്ങിപ്പോയി. എന്നിട്ട് രാജ്യഭരണ കാര്യത്തിലൊക്കെ ഇങ്ങനെ ശ്രദ്ധയോടുകൂടി നോക്കാൻ തുടങ്ങി. അങ്ങനെ ശന്തനു രാജാവിൽ നിന്നാണ് മഹാഭാരതം കഥ ആരംഭിക്കുന്നത്. ഹാപ്പിയായോ? അങ്ങനെ നമ്മൾ മഹാഭാരതം കഥ ആരംഭിക്കാൻ പോവാണ്. ഇന്ദ്രതുല്യനും, അതായത് ഇന്ദ്രനെ പോലെ തുല്യനായ, സത്യസന്ധനായ, ധർമ്മിഷ്ഠനായ, മഹാധർമ്മിഷ്ഠനായ, സർവഗുണപരിപൂർണനുമായിട്ടുള്ള, എല്ലാ ഗുണങ്ങളും അതിൻ്റെ പരിപൂർണതയോടുകൂടിയുള്ള ശന്തനുവിൻ്റെ ഭരണകാലത്ത് സത്യധർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പോവാണ്. ഭൂമി അങ്ങ് സസ്യസമൃദ്ധമായി എന്ന് പറയണം, നല്ല പച്ചപ്പ്. കാരണം സത്യവും നീതി ന്യായമൊക്കെ നല്ല രീതിയിൽ പോവാണ്. പ്രജകളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കുകയാണ്. എല്ലാവരും ഒരേ സ്വഭാവത്തോടെയും സ്നേഹത്തോടെയും ഐശ്വര്യത്തോടെയും കൂടി അങ്ങ് ജീവിക്കുകയാണ്. അങ്ങനെ 32 വർഷം രാജാതിരാജനായിട്ട്
അദ്ദേഹം ശന്തനു എല്ലാ പ്രജകൾക്കും പ്രിയപ്പെട്ടവനായിട്ട് രാജ്യം ഭരിച്ചു. അതിനുശേഷം ഒരു ദിവസം അദ്ദേഹം ഗംഗാതീരത്തു കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഗംഗയിൽ വളരെ വെള്ളം കുറഞ്ഞു കണ്ട്. ഗംഗയിൽ നോക്കിയപ്പം ഗംഗയിൽ തീരെ വെള്ളമില്ല. അതിനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ തൻ്റെ ദിവ്യാസ്ത്രം കൊണ്ട് ചിറ കെട്ടിയിട്ട് ഗംഗയെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന അതുല്യ പരാക്രമിയും അതിതേജസ്വിയുമായ ഒരു കുമാരനെ അദ്ദേഹം കണ്ടു. ആ കുമാരന്റെ ദിവ്യാസ്ത്രം കൊണ്ട് ചിറ കെട്ടിയിട്ട് എന്താ പറയുന്നത്? പ്രഹ്ലാദസ്തുതി എടുത്തരാം. അത് നല്ല ഒരു സംഭവം കേട്ടോ, പ്രഹ്ലാദസ്തുതി. നരസിംഹപുരാണം എടുക്കുമ്പോൾ ഞാൻ എടുത്തരാം കേട്ടോ. നരസിംഹപുരാണം ഉണ്ട് ഇവിടെ. ഇതൊക്കെ നമ്മൾ എപ്പോൾ എടുക്കും? എടുക്കാം. അന്നേരം തൻ്റെ ദിവ്യാസ്ത്രം കൊണ്ട് ഒരു ബാലൻ ഈ ഗംഗയെ അങ്ങ് ചിറ കെട്ടി നിർത്തിയിരിക്കുകയാണ്. അതിതേജസ്വിയായ ഒരു കുമാരനായിരുന്നു കേട്ടോ. രാജാവിനെ കണ്ട ഉടനെ തന്നെ ഈ ബാലൻ അപ്രത്യക്ഷനായി. 32 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയായ ഗംഗയോടൊപ്പം അപ്രത്യക്ഷനായ തൻ്റെ മകനെ കുറിച്ച് അദ്ദേഹം ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹം ആ ഗംഗാതീരത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ മോനെ കാണണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ദിവ്യ വസ്ത്രാലങ്കാര ഭൂഷിതയായ ഗംഗാദേവി പ്രിയപുത്രനായ പ്രിയദർശനായ ആ കുമാരനെയും കൊണ്ട് രാജാവിൻ്റെ മുമ്പിൽ വന്നു. റെസ്റ്റ് എടുക്കാനോ? നല്ല കഥയായി. ഞാൻ ഒരു കൂട്ടം കാണിച്ചു തരാം മാതാജിക്ക്. ഇത് കണ്ടോ, വലിച്ചു വാരിയിട്ടിരിക്കുന്നത്. എൻ്റെ വർക്ക്ഷോപ്പാണത്. എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നത്. നിങ്ങൾക്കുള്ള ഓരോരോ സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങാനോ? മിക്ക രാത്രികളും എനിക്ക് ശിവരാത്രിയാണ് കുഞ്ഞുങ്ങളെ. കുറേ പണിയുണ്ട് മാതാജി. ഉറങ്ങി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഒരു 2 മണിക്കൂറൊക്കെ ഉറങ്ങും. പിന്നെ 2:30 ആകുമ്പോൾ എഴുന്നേറ്റ് ഭഗവാന്റെ കാര്യങ്ങൾ നോക്കണ്ടേ. അയ്യോ, ഞാനെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറയരുത് സിന്ധു മാതാജി. എന്നെ കൊണ്ടാവും പോലെ ഞാൻ എല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗംഗാദേവിയോടൊപ്പം ആര് വന്നു? ഈ നല്ല ദിവ്യ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഭയങ്കരം അലങ്കാരത്തോടു കൂടി ഗംഗാദേവി മകനെയും കൊണ്ട് രാജാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. രാജാവേ, എന്നിൽ അങ്ങേക്കുണ്ടായ 8ാമത്തെ മകനാണിത്. ഇത്രയും കാലം കൊണ്ട് സംഘോപാംഗമായ വേദാംഗങ്ങളും അസ്ത്രവിദ്യയും ഒക്കെ ഇവൻ പഠിച്ചു. ഇത്രയും കാലം കൊണ്ട് ഇവൻ എല്ലാ വിദ്യകളും പഠിച്ചു. വസിഷ്ഠൻ, ശുക്രാചാര്യൻ, പരശുരാമൻ അവരൊക്കെ അവർക്കറിയാവുന്ന എല്ലാ വിദ്യകളും ഇവനെ പഠിപ്പിച്ചിട്ടുണ്ട്. രാജധർമ്മങ്ങളെല്ലാം അറിഞ്ഞ് വീരന്മാരിലും വില്ലാളികളിലുമൊക്കെ നല്ല മുൻപന്തിയിലുള്ള ഇവനെ ഏറ്റുവാങ്ങിയിട്ട് രാജധാനിയിലേക്ക് അങ്ങ് മടങ്ങിപ്പോകും. ഇവനെ കൊണ്ട് അങ്ങേക്ക് ഒരുപാട് കീർത്തി ഉണ്ടാവും. അതുകൊണ്ട് ധൈര്യമായിരിക്കും അങ്ങ്. എല്ലാ വിദ്യകളും ഇവനെ പഠിപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ഗംഗാദേവിയുടെ വാക്കനുസരിച്ചിട്ട് ശന്തനു രാജാവ് എന്ത് ചെയ്ത്? സ്വന്തം മകനെയും കൊണ്ട് ഹസ്തിനപുരിയിലേക്ക് മടങ്ങിപ്പോയി. പ്രജകളൊക്കെ രാജകുമാരൻ്റെ ആ ഒരു ഗൗരവം നിറഞ്ഞ ഭംഗിയിലും സംസാരത്തിലും ആ ഒരു ഇടപെടലിലൊക്കെ ഭയങ്കരം ആകർഷിക്കപ്പെട്ടു. രാജാവ് തൻ്റെ ഒരേയൊരു മകനെ യുവരാജാവായിട്ട് അങ്ങ് അഭിഷേകം ചെയ്തു. ഗംഗയൻ പൗരജനങ്ങളെയും പിതാവിനെയും നീതിയുക്തമായ ഭരണം കൊണ്ട് സന്തോഷിപ്പിച്ചു. എന്താ പറയുന്നത്? ഗംഗയൻ അല്ല, ഗാംഗേയൻ എന്ന് പറയുന്ന ഗംഗയുടെ മകൻ അച്ഛനെയും ജനങ്ങളെയൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നീതിപരമായ ആ ഒരു ഭരണം കൊണ്ട് എല്ലാവരെയും അമ്പരപ്പിച്ചു. ഗംഗാദത്തനെന്നും ദേവവ്രതനെന്നും ഒക്കെയുള്ള പേരിലാണ് ഇദ്ദേഹം പ്രസിദ്ധനായി തീർന്നത്. എന്താ പേര്? ഗംഗാദത്തനെന്നും ദേവവ്രതനെന്നൊക്കെയുള്ള പേരിലാണ് ഇദ്ദേഹം പ്രസിദ്ധനായി തീരുന്നത് കേട്ടോ. അങ്ങനെ അദ്ദേഹത്തെ രാജ്യഭാര കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ശന്തനു രാജാവ് എന്ത് ചെയ്ത്? മൃഗങ്ങളെയൊക്കെ വേട്ടയാടിക്കൊണ്ട് നല്ല സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു. ഒരു ദിവസം അദ്ദേഹം നായാട്ടിനായിട്ട് കാട്ടില് യമുനാ തീരത്തുള്ള ഒരു വനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ
പെട്ടെന്ന് നല്ലൊരു സുഗന്ധം അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന് നല്ലൊരു സ്മെല്ല് വന്നു. നല്ല ആകർഷിക്കപ്പെടുന്ന ഈ ഒരു സ്മെല്ല് എവിടെ നിന്നാണ് വരുന്നത് എന്ന് അന്വേഷിച്ചു ചെന്നപ്പോൾ ഭയങ്കര ഭംഗിയുള്ള ദേവരൂപിണിയെ പോലെയുള്ളൊരു കന്യകയാണ് ഇദ്ദേഹം കാണുന്നത്. അദ്ദേഹം വളരെ ആകാംക്ഷയോടെ ചോദിച്ചു, ആ സുന്ദരി ആരാണെന്ന് അന്വേഷിച്ചിട്ട് വരൂ. അപ്പം അവൾ പറയാണ്, ഞാൻ ദാശരാജാവിൻ്റെ മകളാണ്. അച്ഛൻ്റെ തീരുമാനമനുസരിച്ച് യാത്രക്കാരെയൊക്കെ വഞ്ചിയിൽ അക്കരെ എത്തിക്കുക എന്ന ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യവതി എന്നാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞു. എന്താ പേര്? സത്യവതി എന്നാണ് എൻ്റെ പേരെന്ന് പറഞ്ഞു. എന്നിട്ടോ ശന്തനു രാജാവാണെങ്കിലോ അവളുടെ ആ ഒരു രൂപത്തിലും സൗന്ദര്യത്തിലും ശാലീനതയിലൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ആകർഷിക്കപ്പെട്ടു. അദ്ദേഹം അവളെ തൻ്റെ ഭാര്യയാക്കണമെന്ന് ഒരുപാടങ്ങ് ആഗ്രഹിച്ചു. ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ദാശരാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിച്ചു. ദാശരാജാവ് പറഞ്ഞു, മഹാരാജാവേ, അങ്ങേ പോലെയുള്ളൊരു മരുമകനെ കിട്ടുക എന്ന് പറഞ്ഞാൽ എൻ്റെ മഹാഭാഗ്യമാണ്. അതുകൊണ്ട് അങ്ങേക്ക് ഇവളെ ഞാൻ വിവാഹം ചെയ്തു തരും, ഉറപ്പായിട്ടും തരും. എനിക്കതിൽ വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു. അങ്ങയുടെ കാലശേഷം അവൾ അനാഥയായി തീരാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവളിലുണ്ടാവുന്ന ആ മകൻ രാജാവായി തീരണം എന്നുള്ള ഒരാഗ്രഹമേ എനിക്കുള്ളൂ. അങ്ങനെ അങ്ങ് സത്യം ചെയ്തു തരികയാണെങ്കിൽ, ആ ഒരു കാര്യം അങ്ങ് സത്യം ചെയ്തു തരികയാണെങ്കിൽ ഈ കല്യാണം ഉറപ്പിച്ചിട്ട് ഇവളെ ഞാൻ അങ്ങേക്ക് നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മുക്കുവൻ്റെ വാക്കും കേട്ടിട്ട് മഹാരാജാവ് അങ്ങ് അമ്പരന്ന് പോയി. ഗംഗാദത്തൻ ജീവിച്ചിരിക്കെ മറ്റൊരാളെ രാജാവാക്കുന്നതിനെ പറ്റി രാജാവിന് ആലോചിക്കാൻ പോലും വയ്യ. ആ നിലയ്ക്ക് നിരാശനായ രാജാവ് എന്ത് ചെയ്തു? സത്യവതിയെ തന്നെ ആലോചിച്ചുകൊണ്ട് രാജധാനിയിലേക്ക് പോയി. അദ്ദേഹത്തിന് ഒന്നിലും ഒരു ഇഷ്ടം തോന്നുന്നില്ല. സത്യവതിയെ പറ്റിയുള്ള ആ ഒരു ചിന്ത അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചു. ഗംഗാദത്തന് ദുഃഖ കാരണമായി തീർന്നു. കാരണം ഗംഗാദത്തനെ അല്ലാതെ വേറൊരാൾ അദ്ദേഹത്തിന് രാജാവാക്കാനും പറ്റില്ലല്ലോ. അദ്ദേഹം എന്ത് ചെയ്ത്? മന്ത്രിമാരോട് കാര്യമൊക്കെ ചോദിച്ചു. ദാശരാജാവിൻ്റെ അടുത്ത് ചെന്ന് എന്നിട്ട് അദ്ദേഹം വീണ്ടും ആ കാര്യം ആവശ്യപ്പെട്ടു. അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ ഗംഗാദത്തൻ റെഡിയായിരുന്നു. ശന്തനുവിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്യാനും ആര് റെഡിയാണ്? ഗംഗാദത്തൻ റെഡിയാണ്. അപ്പം സത്യവതിയിൽ ഉണ്ടാവുന്ന കുട്ടിയെ രാജാവാക്കാലോ. അപ്പം പറഞ്ഞു, രാജാവേ, സത്യവതി പുത്രൻ തന്നെ അച്ഛൻ്റെ കാലശേഷം രാജാവായിരിക്കട്ടെ. അതിനുവേണ്ടി എനിക്ക് രാജ്യാവകാശമൊന്നും വേണ്ട, അച്ഛൻ സന്തോഷമായിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ആര്? ഗംഗാദത്തൻ പറഞ്ഞു. ദാശരാജാവാണെങ്കിലോ അതുകൊണ്ടൊന്നും തൃപ്തിയാവുന്നില്ല സത്യവതിയുടെ അച്ഛൻ, കേട്ടോ. പിന്നീട് ഭീഷ്മരുടെ പുത്രന്മാർ രാജ്യം അവകാശപ്പെടുകയില്ലേ എന്നായി ആരുടെ ചോദ്യം? ഈ ദാശരാജാവിൻ്റെ സംശയം. അതുകൊണ്ട് സത്യവതിയുടെ പരമ്പരയിൽ തന്നെ രാജ്യാവകാശം നിലനിൽക്കണം എന്നുള്ള ആവശ്യം അദ്ദേഹം അങ്ങോട്ട് ഉറപ്പിച്ചു പറഞ്ഞു. മന്ത്രിമാരാകെ വിഷമിച്ചു. എന്നാൽ ഗംഗാദത്തൻ എന്ന് പറയുന്ന ഈ മകന് മാത്രം ഒരു വിഷമവും ഉണ്ടായില്ല, സംശയവും ഇല്ല. അദ്ദേഹം ആ ഒരു വിഷമവും ഇല്ലാതെ അദ്ദേഹം സത്യം ചെയ്ത് പറഞ്ഞു, എനിക്ക് പുത്രന്മാരേ ഉണ്ടാവില്ല, അതിനായി ഞാൻ വിവാഹം ചെയ്യാതെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് ഞാൻ ജീവിക്കുന്നു. കാരണം ഓൾറെഡി ബ്രഹ്മദേവൻ പണ്ട് ശാപം കൊടുത്തപ്പം പറഞ്ഞു, 8 മക്കളിൽ 7 മക്കളെയും കൊന്നുകളയണം, 8ാമത്തെ മകൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായി ഈ ലോകത്ത് ജീവിക്കുന്നു. അപ്പം ദാശരാജാവ് പറയാണ്, ഇവൻ ഇപ്പം രാജ്യഭരണം വേണ്ടാന്ന് പറയും, പക്ഷെ നാളെ ഇവൻ കല്യാണം കഴിച്ചൊരു കുട്ടിയുണ്ടായ രാജ്യഭരണം കൊടുക്കണ്ടേ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സത്യവതിയുടെ മക്കൾക്ക് അത്രയ്ക്കൊരു ഇതുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഗംഗാദത്തൻ പറയാണ്, അതിന് ഞാൻ കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടായെങ്കിലല്ലേ, ഞാൻ കല്യാണമേ കഴിക്കില്ല, ഞാൻ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുന്നു പറഞ്ഞു. അച്ഛന് വേണ്ടി സർവ്വസുഖങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ഞാൻ ഉപേക്ഷിക്കും. ആരാണ് അച്ഛൻ? ശാന്തനു മഹാരാജാവ്. അതുകൊണ്ട് അങ്ങയുടെ ആ മകളെ, കന്യകയെ, അങ്ങയുടെ ആ സത്യവതി എന്ന് പറയുന്ന മകളെ എൻ്റെ അച്ഛന് കൊടുക്കൂ, ശാന്തനു രാജാവിന് കൊടുക്കൂ എന്ന് പറഞ്ഞു. ഗംഗാദത്തൻ്റെ ആ ഒരു ഭീഷ്മമായ പ്രതിജ്ഞ കേട്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ദേവന്മാരും ഋഷിമാരും ഒക്കെ പറഞ്ഞു, ഇദ്ദേഹം ഭീഷ്മർ തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ പുഷ്പങ്ങൾ ഗംഗാദത്തൻ്റെ മേലിലേക്ക് വർഷിച്ചു. അന്ന് മുതൽ ഗംഗാദത്തൻ ഭീഷ്മർ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നു.
ക്ലിയർ? ഗംഗാദത്തൻ ഭീഷ്മർ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നു. ദാശരാജാവാണെങ്കിലോ സന്തോഷത്തോടുകൂടി സത്യവതിയെ ശന്തനു മഹാരാജാവിന് കല്യാണം കഴിച്ചു കൊടുത്തു. ഗംഗാദത്തനും മന്ത്രിമാരും മടങ്ങി വന്നിട്ട് രാജാവിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ മകൻ്റെ ആ ഒരു ഒട്ടും ആരും ചെയ്യാത്ത ആ ഒരു ത്യാഗത്തെ ആലോചിച്ചിട്ട് അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു. ഇച്ഛാമൃത്യുവായിരിക്കട്ടെ എന്ന് മകനെ അനുഗ്രഹിക്കുകയും ചെയ്തു. യഥാവിധി സത്യവതിയെ കല്യാണം കഴിച്ചിട്ട് ശാന്തനു രാജാവ് രാജധാനിയിൽ അങ്ങനെ സുഖിച്ച് ജീവിക്കുകയാണ്. കുറേ കാലം കഴിഞ്ഞപ്പം ശാന്തനുവിന് സത്യവതിയിൽ 2 മക്കളുണ്ടായി. മൂത്ത മകൻ്റെ പേരാണ് ചിത്രാംഗതൻ, രണ്ടാമത്തെ മകൻ്റെ പേരാണ് വിചിത്രവീര്യൻ. ഓക്കെ, മൂത്ത മകൻ്റെ പേര് ചിത്രാംഗതൻ, രണ്ടാമത്തെ മകൻ്റെ പേര് വിചിത്രവീര്യൻ. കുട്ടികൾക്ക് കൗമാരപ്രായമൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ രാജാവ് മരിച്ചുപോയി, നമ്മുടെ ശാന്തനു മരിച്ചുപോയി. സത്യവതിയുടെ ആ ഒരു തീരുമാനപ്രകാരം ഭീഷ്മർ എന്തു ചെയ്തു? ഗംഗാദത്തനാട്ടോ ഭീഷ്മറായി മാറിയത്. ഭീഷ്മർ എന്തു ചെയ്തു? ചിത്രാംഗതനെ, അതായത് മൂത്ത മകനെ, നമ്മുടെ സത്യവതിയുടെ മൂത്ത മകന്റെ പേരാണ് ചിത്രാംഗതൻ, രണ്ടാമത്തത് വിചിത്രവീര്യൻ. ഭീഷ്മർ എന്ത് ചെയ്തു? ചിത്രാംഗതനെ രാജാവാക്കി അങ്ങ് വാഴിച്ചു. അച്ഛനെ പോലെ തന്നെ നല്ല പരാക്രമശാലിയായിരുന്ന ആര്? ചിത്രാംഗതൻ. ആ ഒരു ശൗര്യം കണ്ടിട്ട് ദേവന്മാര് പോലും, മർത്യരും ദേവന്മാരും ദാനവന്മാരും ഒക്കെ ഏകഛത്രാധിപതിയായിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. അതില് ഒരു മിനിറ്റ് കേട്ടോ. അതായത് ഈ ചിത്രാംഗതൻ എന്ത് ചെയ്തു എന്നറിയോ? മനുഷ്യരെ മാത്രമല്ല ദേവന്മാരെയും ദാനവന്മാരെയും ഒക്കെ അടക്കി ഭരിച്ചിട്ട് ഏകഛത്രാധിപതിയായിട്ട് അങ്ങ് ജീവിക്കുകയാണ്. അത് ആർക്കും ഭരിക്കാൻ വിട്ടുകൊടുക്കാതെ അയാൾ തന്നെയാണ് എല്ലാം എന്നുള്ള ഭാവത്തിൽ ജീവിക്കുകയാണ്. അതില് ഒരു ഇഷ്ടക്കേട് ചിത്രാംഗതൻ എന്ന ഗന്ധർവ രാജാവ് രാജധാനിയിൽ വന്നു. എന്താ ചെയ്യുന്നത്? ഈ ഒരു കാര്യത്തില് ഇഷ്ടക്കേട് തോന്നിയ ചിത്രാംഗതൻ എന്ന ഗന്ധർവ രാജാവ് ഒരിക്കൽ രാജധാനിയിൽ വന്നിട്ട് ഈ ചിത്രാംഗത രാജാവിനോട് വന്ന ഗന്ധർവ രാജാവിന്റെ പേരും ചിത്രാംഗതൻ എന്നാണ് കേട്ടോ. നമ്മുടെ ഈ സത്യവതിയുടെ മൂത്ത മകന്റെ പേരും ചിത്രാംഗതൻ എന്നാണ്. അദ്ദേഹമാണ് എല്ലാവരെയും അടക്കി ഭരിച്ച് രാജാവായി ജീവിക്കുന്നത്. അപ്പൊ ആ രാജാവിന്റെ ഭരണത്തിൽ ഇഷ്ടക്കേട് തോന്നിയ ചിത്രാംഗതൻ എന്ന മറ്റൊരു ഗന്ധർവ രാജാവ് നമ്മുടെ സത്യവതിയുടെ മകനായ ചിത്രാംഗതൻ എന്ന് പറയുന്ന രാജാവിന്റെ രാജധാനിയിലെത്തി. രണ്ടുപേരും നമ്മുടെ ജലാൽ കരൂനെ ഇവരെ പോലെ രണ്ടുപേരെ പേരും ഒന്നാണ്, ചിത്രാംഗതൻ. അങ്ങനെ രാജധാനിയിലെത്തിയിട്ട് ചിത്രാംഗത രാജാവിനോട് പറയാണ്, ലോകത്തിൽ ചിത്രാംഗതൻ എന്ന പേരിൽ ഒരാളെ ഉണ്ടാവാൻ പാടും, ഒരൊറ്റ ആളെ ആ പേരിൽ ഉണ്ടാവാൻ പാടും. അതുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരങ്ങോട്ട് മാറ്റണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ കൂടെ യുദ്ധത്തിന് തയ്യാറാവണം എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഗന്ധർവ രാജാവ് പറഞ്ഞു. സെയിം നെയിമാണ്. രാജാവ് എന്ത് ചെയ്ത്? യുദ്ധത്തിനായിട്ട് ഗന്ധർവനോട് നിന്നു. ഗന്ധർവ രാജാവായ ചിത്രാംഗതനോട് സത്യവതിയുടെ മകനായ ചിത്രാംഗതൻ യുദ്ധത്തിനായിട്ട് നിന്നു. കുരുക്ഷേത്രത്തിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള 3 വർഷത്തെ യുദ്ധം നടന്നു. 3 വർഷമാണ് ഇവർ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് കുരുക്ഷേത്രത്തിൽ വെച്ച്. അവസാനം മായാവിയായ ഗന്ധർവനാൽ, ഈ ഗന്ധർവ രാജാവ് എന്ന് പറയുന്ന ഒരു മായാവിയാണ്, അയാൾ എന്ത് ചെയ്തു? കുരു രാജാവായ ചിത്രാംഗതനെ കൊന്നുകളഞ്ഞു. സത്യവതിയുടെ മകനെ കൊന്നുകളഞ്ഞു. സത്യവതിയുടെ തീരുമാനപ്രകാരം വിചിത്രവീര്യനെ, അതായത് ചിത്രാംഗതന്റെ അനിയനെ, സത്യവതിയുടെ രണ്ടാമത്തെ മകനായ വിചിത്രവീര്യനെ രാജാവായിട്ട് വാഴിച്ച് ഭീഷ്മർ തന്നെ എന്ത് ചെയ്തു? രാജ്യത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി. വിചിത്രവീര്യനും ഭീഷ്മരുടെ ഉപദേശങ്ങളൊക്കെ അനുസരിച്ച് അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ വിചിത്രവീര്യന് യൗവനം വന്നപ്പോൾ ഭീഷ്മർ എന്ത് ചെയ്തു? വിചിത്രവീര്യന്റെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. യോജിച്ച ഒരു കന്യകയെ കല്യാണം അന്വേഷിച്ച് കണ്ടെത്തി കാശി രാജാവിൻ്റെ
അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ഉചിതമായൊരു പെണ്ണിനെ കിട്ടണമല്ലോ, അതിനുവേണ്ടി ഭീഷ്മർ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കാശി രാജാവിൻ്റെ 3 പെൺകുട്ടികളുടെ സ്വയംവരം ഒരുമിച്ച് നടത്തുന്നുണ്ടെന്ന് അറിയാൻ പറ്റിയത്. അവരിൽ ഒരാളെ വിചിത്ര വീര്യന് വേണ്ടി കല്യാണം കഴിപ്പിക്കാമെന്ന് സത്യവതിയുടെ അനുവാദത്തോടുകൂടി ഭീഷ്മർ ആലോചിച്ചിട്ട് തീരുമാനിച്ചിട്ട് തേരിൽ കയറി അങ്ങനെ പോവാണ്. സ്വയംവര മണ്ഡപത്തിൽ ഒരുപാട് രാജാക്കന്മാർ സർവാഭരണഭൂഷിതരായിട്ട് അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരുടെ ഇടയിലേക്കാണ് വൃദ്ധനായ ഭീഷ്മർ വന്നിരുന്നപ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛം തോന്നി. എല്ലാ രാജാക്കന്മാരും സ്വയംവരത്തിന് വന്നിരിക്കുന്ന നല്ല അടിപൊളി സ്റ്റൈലിൽ ഡ്രസ്സൊക്കെ ചെയ്ത് ഭയങ്കര ഭംഗിയായിട്ടാണ്. ആ ആൾക്കാരുടെ ഇടയിലേക്കാണ് ഭീഷ്മർ, നല്ല പ്രായമുള്ള പടുവൃദ്ധനായ ഭീഷ്മർ കയറി ചെല്ലുന്നത്. അപ്പം എല്ലാവർക്കും ഒരു പുച്ഛം തോന്നി ഭീഷ്മരോട്. നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ഈ വൃദ്ധൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. ഭീഷ്മർ ഗംഗാദത്തനായിരിക്കുമ്പോൾ പറഞ്ഞല്ലോ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കുന്നു. അപ്പം എല്ലാവരും ചിന്തിക്കുകയാണ്, നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കുന്നു സത്യം ചെയ്ത് ഇയാളെന്തിനാണ് ഇപ്പോൾ ഈ സ്വയംവര മണ്ഡപത്തിൽ വന്നിരിക്കുന്നത്? എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. കന്യകമാരെല്ലാവരും വന്നപ്പോൾ എല്ലാവരുടെയും കുലനാമാദികളെയും മഹത്വങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി കുലത്തെക്കുറിച്ചും എല്ലാത്തിനെയും മഹത്വത്തെക്കുറിച്ചും എല്ലാം പറയുന്നതൊക്കെ ഭീഷ്മർ ഇങ്ങനെ കേട്ടിരുന്നു. ഓരോരുത്തരും കടന്നു പോയിരിക്കുന്ന കന്യകമാര് ഭീഷ്മരെയും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. കന്യകമാരിങ്ങനെ ഓരോ രാജാക്കന്മാരെയും കടന്നിങ്ങനെ പോവാണ്. ഭീഷ്മരുടെ മുന്നിലൂടെയും കടന്നു പോയപ്പോഴേക്കും ഭീഷ്മർ എന്ത് ചെയ്തു? ചാടി എഴുന്നേറ്റു. എല്ലാവരും പേടിച്ചുപോയി. എൻ്റെ സഹോദരനായ വിചിത്രവീര്യന് വേണ്ടി ഞാൻ ഈ കന്യകമാരെ കൊണ്ടുപോകുന്നു എന്ന് കാശി രാജാവിനോട് പറഞ്ഞിട്ട് 3 കന്യകമാരെയും കൂട്ടി തേരിൽ കയറ്റിയിട്ട് ഹസ്തിനപുരത്തിലേക്ക് ഭീഷ്മർ അങ്ങ് പോയി. കാശി രാജാവാണെങ്കിലോ മൗനമായിട്ട് അനുവാദം നൽകിയെങ്കിലും മറ്റു രാജാക്കന്മാർ പറഞ്ഞു, കാശി രാജാവ് സമ്മതം പറയും, പക്ഷെ ഞങ്ങളിവിടെ കല്യാണം കഴിക്കാൻ വന്നിരുന്നിട്ട് ഞങ്ങളെല്ലാം ധിക്കരിച്ചുകൊണ്ടല്ലേ ഭീഷ്മർ ഇത് ചെയ്തത്, ഇതൊട്ടും ശരിയല്ല. അതുകൊണ്ട് അവരെല്ലാവരും ഭീഷ്മരോട് എതിരിടാൻ തയ്യാറായി. എല്ലാവരും കൂടെ എല്ലാവരെയും വളരെ എളുപ്പം തന്നെ അങ്ങ് പരാജയപ്പെടുത്തി മുന്നോട്ട് ഇങ്ങനെ പോവാണ് ഭീഷ്മർ. അപ്പോഴാണ് സ്വാല രാജാവ് എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളുമായിട്ട് വന്ന് ഭീഷ്മരെ തടഞ്ഞു. യുദ്ധവീരനാണ് കേട്ടോ ഈ സ്വാല രാജാവ് എന്ന് പറയുന്നത്, ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം എന്ത് ചെയ്ത് സ്വാലനെ മറ്റ് രാജാക്കന്മാരൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞേ ഭീഷ്മരോട് എങ്ങനെയെങ്കിലും യുദ്ധം ചെയ്യണം, വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഭീഷ്മരോട് കുറേ സമയമൊന്നും യുദ്ധം ചെയ്ത് നിൽക്കാൻ ഈ സ്വാല രാജാവിന് സാധിച്ചില്ല. ഭയങ്കരമായിട്ടുള്ള യുദ്ധത്തിൽ സ്വാല രാജാവിനെയും ഭീഷ്മർ അങ്ങ് തോൽപ്പിച്ചു. അങ്ങനെ 3 കന്യകമാരെയും കൂട്ടി ഭീഷ്മർ എന്ത് ചെയ്ത് ഹസ്തിനപുരത്തിലേക്ക് പോയി. സത്യവതിക്കും വിചിത്രവീര്യനും സുന്ദരികളും സുശീലകളുമായ രാജകുമാരിയെ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഭീഷ്മർ 3 പേരെയും അനുജനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാനുള്ള ഒരുക്കം തുടങ്ങി. ഒരാളല്ല, 3 പേരെയും. അപ്പൊ കാശി രാജാവിൻ്റെ ആദ്യത്തെ മകളുടെ പേരാണ് അംബ. അംബ ഭീഷ്മരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ സ്വാലനെ മുമ്പ് തന്നെ മനസ്സുകൊണ്ട് ഭർത്താവായി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനും അച്ഛനും അത് സമ്മതമായിരുന്നു. അതുകൊണ്ട് ഹേ ധർമ്മജ്ഞ, ഞാനിനി വേറൊരാളെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭീഷ്മർ എന്ത് ചെയ്തു? ഇവളിങ്ങനെ മനസ്സുകൊണ്ട് സ്വാലരാജാവിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക്, അത് ഇവളുടെ അച്ഛനും അറിയാവുന്ന സ്ഥിതിക്ക് ഇവളെ കൊണ്ടുപോയി സ്വാലരാജാവിൻ്റെ അടുത്ത് വിടുന്നതാണ് ശരി എന്ന് ചിന്തിച്ചിട്ട് അംബ എന്ന് പറയുന്ന കാശി രാജാവിൻ്റെ ആദ്യത്തെ മകളെ സ്വാലരാജാവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഭീഷ്മർ അനുവദിച്ചു. അംബികയെയും അംബാലികയെയും, രണ്ടാമത്തെ മകളുടെ പേരാണ് എന്ത്? അംബിക. മൂന്നാമത്തെ മോളുടെ പേരെന്താണ്? അംബാലിക. ഈ 2 പേരെയും വിചിത്രവീര്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അപ്പോൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഭർത്താക്കന്മാരെ കിട്ടിയത് കൊണ്ട് ആ രാജകുമാരികളും ഭയങ്കര ഹാപ്പിയായി. വിചിത്രവീര്യനും തനിക്ക് പറ്റിയ ചേർന്ന ഭാര്യമാരെ കിട്ടിയതിൽ വളരെ ഹാപ്പിയായി. അവർ 7 കൊല്ലം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ
ഗാർഹിക ജീവിതമൊക്കെ സന്തോഷമായിട്ട് ജീവിച്ചു. പക്ഷെ കുട്ടികളുണ്ടായില്ല. 2 പേർക്കും 2 ഭാര്യമാരിലും കുട്ടികളില്ല. അപ്പോഴാണ് ഈ രാജാവിന്, വിചിത്രവീരന് ക്ഷയരോഗം വരുന്നത്. ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തു നോക്കി, പക്ഷെ ഒന്നും ഫലിക്കുന്നില്ല. അപ്രതീക്ഷിതമായിട്ട് കുട്ടികളൊന്നും ഇല്ലാതെ വന്നപ്പോഴേക്കും അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി ചരമഗതി പ്രാപിച്ചു, മരിച്ചു. അങ്ങനെ ധർമ്മിഷ്ഠനായ ഭീഷ്മരും സത്യവതിയും വളരെ വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. വിചിത്രവീരൻ്റെ ആ ഒരു പൗരലൗകിക ക്രിയകളെല്ലാം കഴിഞ്ഞു, അതായത് അടിയന്തരത്തിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി വംശം നിലനിർത്താൻ ആരില്ലല്ലോ എന്നോർത്തിട്ട് അവരിങ്ങനെ ആലോചിച്ചു, ആര്? ഭീഷ്മരും സത്യവതി. ഇനി എന്ത് ചെയ്യുന്നറിയാതെ വിഷമിച്ച് അവർ പല 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 വഴികളും ആലോചിച്ചു. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അവസാനം സത്യവതി ഭീഷ്മരോട് പറഞ്ഞു, അച്ഛനായ ശാന്തനുവിൻ്റെ വംശം ഇനി നിന്നെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. എൻ്റെ അച്ഛൻ അന്ന് നിന്നെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ സത്യം ചെയ്യിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ സ്വന്തം അച്ഛന് വേണ്ടി ആ സത്യങ്ങൾ നീ എന്ത് ചെയ്യണം? നിന്റെ കീർത്തിയെ അനശ്വരമാക്കി തീർത്തിരിക്കുകയാണ്. നീ നിന്റെ അച്ഛന് വേണ്ടിയാണല്ലോ ആ സത്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ സത്യങ്ങളൊക്കെ ഇന്ന് നിന്റെ അച്ഛൻ്റെ ആ ഒരു പേരിന് ഒന്നും അല്ലാതാക്കി തീർത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ആപത്ത് ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ നിലയിൽ നീ എൻ്റെ വാക്ക് കേട്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ചെയ്യണം. നീ ഈ സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിക്കണം. വംശത്തിൻ്റെ നിലനിൽപ്പിനായിട്ട് നിന്റെ സഹോദരൻ്റെ ചിത്രാനുവിൻ്റെ ഭാര്യമാരിൽ നീ കുട്ടികളെ ജനിപ്പിക്കുകയും ചെയ്യണം. ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഇതല്ലാതെ ഈ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. അങ്ങനെ നല്ല സുഹൃത്തുക്കളായ ജനങ്ങളും ആ രാജകൊട്ടാരത്തിലെ ആൾക്കാരും മന്ത്രിമാരൊക്കെ ഈ ഒരു അഭിപ്രായം അങ്ങ് പാലിച്ചു. സത്യവതി പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ധർമ്മിഷ്ഠനും സത്യസന്ധനുമായ ഭീഷ്മരുടെ തീരുമാനം വേറൊരു തരത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അമ്മ പറയുന്നതൊക്കെ ശരി തന്നെ, എന്നാൽ പ്രതിജ്ഞ തെറ്റിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അത് ആലോചിക്കാൻ പോലും വയ്യ. സത്യത്തിനെതിരായി പ്രവർത്തിക്കുന്നത് ഒരിക്കലും ക്ഷത്രിയന് ഉചിതമല്ല അമ്മേ. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ അമ്മ എന്നെ നിർബന്ധിപ്പിക്കരുതെന്ന് പറഞ്ഞു. ഇതെൻ്റെ അപേക്ഷയാണ് അമ്മേ. വംശം നിലനിൽക്കാനായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മാർഗം നോക്കാം. ഞാൻ പറയാം അമ്മ ഒരു മാർഗം. അത് യുക്തി പോലെ അമ്മ ആലോചിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഭീഷ്മർ പറയാൻ പോകുന്നതെന്ന് സത്യവതി ശ്രദ്ധയോടുകൂടി ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ഭീഷ്മർ പറയാണ്, പണ്ട് പരശുരാമൻ ക്ഷത്രിയ വംശത്തെ മുഴുവൻ നശിപ്പിച്ചില്ലേ? അന്നും അതിനുശേഷവും നമ്മുടെ വംശത്തിൽ സന്താനങ്ങളില്ലാതായ അവസരങ്ങളിൽ, നമ്മുടെ വംശത്തിൽ കുട്ടികളില്ലാതെ പോയ ആ അവസരത്തിൽ വീര്യശാലികളായ ബ്രാഹ്മണന്മാരെ കൊണ്ട് സന്താന ഉൽപാദനം നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വീര്യശാലികളായ നല്ല ബ്രാഹ്മണന്മാരെ വരുത്തിയിട്ട് വിധവകളായ രാജ്ഞിമാരിൽ സന്താന ഉൽപാദനം ചെയ്യിപ്പിക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ കുട്ടികളുണ്ടാവില്ലേ എന്ന് പറഞ്ഞു. ഈ അഭിപ്രായം ശരിയാണെന്ന് സത്യവതിക്കും തോന്നി. പിന്നീട് ഏതു ബ്രാഹ്മണനെ വിളിച്ചാണ് ഇനി ഇവർക്ക് കുട്ടികൾ ഉണ്ടാക്കിക്കുക എന്നായി സത്യവതിയുടെ എല്ലാവരുടെയും ആലോചന. അപ്പോഴാണ് ചെറുപ്പകാലത്തുണ്ടായ ഒരു അനുഭവം ഓർമ്മ വന്നത്. അതായത് കന്യകയായിരിക്കുമ്പോഴുണ്ടായ ആ ഒരു അനുഭവത്തെ പറ്റി സത്യവതി ഭീഷ്മരോട് പറഞ്ഞു. സത്യവതി കന്യകയായിരിക്കുമ്പോൾ പണ്ട് ചെറുപ്പത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ച് ഭീഷ്മരോട് സത്യവതി പറഞ്ഞു. എന്താ പറഞ്ഞത്? മകനെ, നീ പറയുന്നത് ശരിയാണ്. വിചിത്രവീര്യൻ്റെ ഭാര്യമാരിൽ സന്താനോൽപാദനം നടത്താൻ യോഗ്യനായ ഒരു ബ്രാഹ്മണനെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ യൗവനമായിരുന്ന കാലത്ത് ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ടുകൊണ്ട് യമുനാ നദിയിൽ യാത്രക്കാരെ തോണിയിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കുന്ന ഒരു ജോലി എനിക്ക് ഉണ്ടായിരുന്നു. ആ ജോലി ഞാൻ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം പരമതപസ്വിയായ പരാശര മഹർഷി ആ വഴിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം പരമതപസ്വിയായിട്ടുള്ള പരാശര മഹർഷി ആ വഴിക്ക് വന്നു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ വഞ്ചിയിൽ കയറ്റി നദിയുടെ നടുവിലെത്തിയപ്പോഴേക്കും
കാലജ്ഞനായ അദ്ദേഹം വിശിഷ്ടനായ ഒരു പുത്രനെ ജനിപ്പിക്കാനുള്ള ഒരു സമയമാണ് എന്നറിഞ്ഞുകൊണ്ടായിരിക്കാം എന്നെ സമീപിപ്പിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാമാർത്തനെ പോലെ പെരുമാറി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മുനിയുടെ ശാപത്തിൽ നിന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വഴങ്ങി. ചില വരങ്ങളൊക്കെ ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് മോനെ എന്നിലുണ്ടായ ആ ഒരു നികൃഷ്ടമായ മത്സ്യഗന്ധം, അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചതുകൊണ്ടാണ് എൻ്റെ ശരീരത്ത് അന്നുണ്ടായ ആ ഒരു വൃത്തികെട്ട മീനിൻ്റെ മണമൊക്കെ പോയിട്ട് ഈ മനോഹരമായിട്ടുള്ള കസ്തൂരിയുടെ മണം എൻ്റെ ശരീരത്തിന് കിട്ടിയത്. ഇത് നമ്മൾ ഇന്നലെ പഠിച്ചതാട്ടോ. സ്വന്തം തപശക്തി കൊണ്ട് തന്നെ ആ നദിയുടെ നടുക്ക് വെച്ചിട്ട് അദ്ദേഹം മൂടൽമഞ്ഞും ഇരുട്ടും കൊണ്ട് മുഴുവൻ ചുറ്റിലും മറച്ചിട്ടാണ് അദ്ദേഹം എന്നോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. എൻ്റെ കന്യകാത്വത്തിന് ഒരു ദോഷവും വരില്ല എന്ന് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചിട്ടും ഉണ്ടായിരുന്നു. ആ സമയത്ത് പരാശര മഹർഷിയിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ള ഒരു മകനുണ്ട്. അവൻ്റെ പേരാണ് വേദവ്യാസൻ. ആ വേദവ്യാസനെ കൃഷ്ണദ്വൈപായനൻ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് ലോകത്ത്. സ്വന്തം അച്ഛൻ്റെ കൂടെ ജീവിക്കുന്ന അവൻ നല്ല ധാർമ്മികനും സത്യസന്ധനും തപസ്സനുഷ്ഠിക്കുന്നവനും വീര്യവാനും പരിശുദ്ധനുമാണ്. ഞാൻ സ്മരിക്കുമ്പോൾ തന്നെ, ഞാൻ ഓർക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ തന്നെ അവൻ എൻ്റെ അടുത്തേക്ക് വരുന്ന് എനിക്ക് അവൻ വാക്ക് തന്നിട്ടുണ്ട്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ വ്യാസനെ സ്മരിച്ച് അവനെവിടെ വരുത്തിയിട്ട് ഈ വംശം നിലനിർത്താനുള്ള ആ ഒരു ഉപായത്തെ പറ്റി നമുക്ക് അവനോടും കൂടി ഒന്ന് ആലോചിക്കാം എന്ന് പറയും. വ്യാസദേവൻ്റെ ആ ഒരു പേര് കേട്ടതും ഭീഷ്മരെന്ത് ചെയ്തു? എഴുന്നേറ്റ് നിന്ന് കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, അമ്മേ എനിക്ക് പൂർണ്ണ സമ്മതമാണ് അമ്മേ. ഈ വംശത്തിൽ നല്ല ഉത്തമരായിട്ടുള്ള മക്കളുണ്ടാവാൻ അദ്ദേഹം തന്നെ കനിയണം. അമ്മ ഇപ്പം തന്നെ വേണ്ടതൊക്കെ ചെയ്യൂന്ന് പറഞ്ഞു. അപ്പോൾ ഭീഷ്മരുടെ സമ്മതം കിട്ടിയപ്പോഴേക്കും സത്യവതി എന്ത് ചെയ്ത് കാനീന മകനായ വ്യാസനെ അങ്ങ് മനസ്സുകൊണ്ട് ഇങ്ങനെ സ്മരിച്ചു, ചിന്തിച്ചു. അപ്പോൾ വേദവ്യാസ മഹർഷി ഉടനെ അമ്മയുടെ മുമ്പിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. അമ്മയുടെ ആഗ്രഹം എന്താണ് ഞാൻ സാധിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു. അമ്മയുടെ എന്താഗ്രഹം സാധിപ്പിക്കാനും ഞാൻ എപ്പോഴും റെഡിയാണെന്ന് പറഞ്ഞു. ആര്? വേദവ്യാസം പറഞ്ഞു. ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടാണ് മകനെ കാണുന്നത്, അമ്മ കാണുന്നത്, സത്യവതി കാണുന്നത്. അപ്പോഴേക്കും മാതൃവാത്സല്യം അങ്ങ് വഴിഞ്ഞൊഴുകിയിട്ട് സത്യവതി എന്ത് ചെയ്തു? മകനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മകനെ നീ ത്രികാലജ്ഞാനനാണ്, നിനക്ക് 3 ലോകങ്ങളെയും വെച്ചുള്ള എല്ലാ അറിവുകളും നിനക്കുണ്ട്, നിനക്കെല്ലാം അറിയും. എൻ്റെ ഒരു ആവശ്യം ഞാനിപ്പോൾ നിൻ്റെ മുമ്പിൽ വെക്കുകയാണ്. എൻ്റെ അച്ഛൻ ചിലതൊക്കെ ആഗ്രഹിച്ചു, എന്നാൽ ദൈവം വേറൊരു രീതിയിലാണ് മോനെ പ്രവർത്തിച്ചത്. ചിത്രാംഗനനും വിചിത്രവീര്യനും ഒക്കെ മക്കളില്ലാതെയാണ് മരിച്ചത്. ഈ വംശത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതായിരിക്കുകയാണ്. ഭീഷ്മരാണെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് രാജ്യഭരണത്തിലോ വംശത്തിൻ്റെ നിലനിൽപ്പിന് സന്തതികളെ ജനിപ്പിക്കുന്നതിലോ ഒന്നും അവന് താല്പര്യമില്ല. അതുകൊണ്ട് നിന്റെ അനുജനായ വിചിത്രവീര്യന് ദേവസ്ത്രീകളെ പോലെ അതിസുന്ദരിമാരായ 2 ഭാര്യമാരുണ്ട്. നല്ല യൗവനത്തോടുകൂടി നിൽക്കുന്ന അവരാണെങ്കിൽ പുത്രന്മാരുണ്ടാവണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അവരിൽ നീ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് ഈ വംശം നിലനിർത്തണം, ഇതാണ് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയാണ് മോനെ ഞാൻ നിന്നെ സ്മരിച്ചതും ഇവിടെ വരുത്തിയതും. അമ്മ പറയുന്നത് കേട്ടപ്പോഴേക്കും വ്യാസൻ പറയാണ്, ധർമാധർമ്മ തത്വമറിയുന്ന ഭവതിയുടെ വാക്കുകൾ അനുസരിക്കുന്നത് എൻ്റെ കർത്തവ്യമാണ്. അതായത് ധർമ്മത്തെക്കുറിച്ചും അധർമ്മത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആ അമ്മയുടെ വാക്കുകൾ അനുസരിക്കുക എന്ന് പറയുന്നത് എൻ്റെ കർത്തവ്യം, എൻ്റെ കടമ തന്നെയാണ്. അനുജൻ്റെ ഭാര്യമാരിൽ ഞാൻ പുത്രന്മാരെ ജനിപ്പിക്കാം, എന്നാൽ 1 വർഷം മുഴുവൻ വ്രതചര്യയിലിരുന്നിട്ട് ആത്മശുദ്ധി കൈവരിക്കണം. വ്രതശുദ്ധികളല്ലാത്ത നാരിമാർക്ക് എന്നെ സമീപിക്കാൻ കഴിയില്ല അമ്മേ. സത്പുത്ര ലാഭത്തിന് അത് വളരെ അത്യാവശ്യമാണ്. അവർ 1 വർഷം വ്രതശുദ്ധിയിലിരിക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് എൻ്റെ അടുത്ത് വരാൻ കഴിയൂ. ഇത് കേട്ടിട്ട് സത്യവതി പറഞ്ഞു, അത്രയും കാലതാമസം ശരിയല്ല മോനെ. രാജ്യമല്ലാതായി കഴിഞ്ഞാൽ പിന്നെ പ്രജകളൊക്കെ എന്തിനു പറ്റും?
അധർമ്മമൊക്കെ വർദ്ധിക്കില്ലേ ഇവിടെ? അതുകൊണ്ട് താമസിയാതെ തന്നെ നീ അവരിൽ ഗർഭദാനം ചെയ്യണം. ഭീഷ്മർ അവരെ വളർത്തും മോനെ, നീ അതൊന്നും ഓർക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വ്യാസദേവൻ പറയാണ്, കാലം കാക്കാതെ പുത്രോൽപത്തി ചെയ്യണമെങ്കിൽ എൻ്റെ വൈരൂപ്യം അവർ സഹിക്കണം അമ്മേ. കാലത്തിന് വേണ്ടി കാത്തു നിൽക്കാതെയാണ് അവർക്ക് പ്രസവിക്കേണ്ടതെങ്കിൽ എൻ്റെ വൈരൂപ്യം അവർ സഹിക്കണം. രൂപം, വേഷം, ഗന്ധം ഇതിലൊക്കെ ഉണ്ടാവുന്ന ദോഷങ്ങളൊക്കെ അവർ സഹിക്കണം അമ്മേ. രൂപം, വേഷം, ഗന്ധം ഈ ദോഷങ്ങളൊക്കെ അവർ സന്തോഷത്തോടെ സഹിക്കുന്നില്ല എങ്കിൽ ആ ന്യൂനതകൾ, ആ കുറവുകളൊക്കെ ആ പുത്രന്മാരിൽ ഉണ്ടാവും. അപ്പോൾ അമ്മ ആലോചിക്കൂ എന്ന് പറഞ്ഞു. അമ്മയുടെ ആഗ്രഹം നിറവേറ്റാൻ ഞാൻ എപ്പോഴും റെഡിയാണ്. ഇന്ന് രാത്രി തന്നെ ഞാൻ വരും അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാസദേവര് അവിടുന്ന് അപ്രത്യക്ഷരായി. സത്യവതി എന്ത് ചെയ്തു? ഉടനെ അംബാലികയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭർത്തൃ സഹോദരന്മാരെന്ത് ചെയ്ത്? പുത്രോൽപാദനത്തിനായി വരുമ്പോൾ അദ്ദേഹത്തെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ഋതുസ്നാനയായ അംബികയാണ് ആ സമയത്ത് പീരീഡ്സൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുന്നത്. അംബിക എന്ത് ചെയ്തു? സർവാഭരണ ഭൂഷിതയായിട്ട് എല്ലാ ആഭരണങ്ങളും ധരിച്ചുകൊണ്ട് ശയനഗ്രഹത്തിൽ പുതിയ ഭർത്താവിനെയും കാത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. രാത്രി അമ്മ പറഞ്ഞത് കേട്ട് വ്യാസൻ അംബികയുടെ ബെഡ്റൂമിലേക്ക് ചെന്നു. താൻ പ്രതീക്ഷിച്ചിരുന്ന സുന്ദരനായ ഒരു പുരുഷന് പകരം, അംബിക പ്രതീക്ഷിച്ചിരിക്കുന്നത് സുന്ദരനായ ഒരു ഭർത്താവിനെയാണ്, സുന്ദരനായ ഒരു പുരുഷനെയാണ്. അതിന് പകരം നീണ്ട ജടയോടും താടിയോടും കൂടി ഒരു വികൃത രൂപനായിട്ടാണ് ഈ വ്യാസൻ പ്രത്യക്ഷപ്പെട്ടത്. അത് കണ്ടപ്പോൾ തന്നെ അംബികയുടെ 2 കണ്ണുകളും ഇറുക്കി അടച്ചു. പുത്രോൽപാദനം കഴിഞ്ഞ് മടങ്ങി വന്ന വ്യാസനോട് അമ്മ സത്യവതി ചോദിച്ചു, ഇവളിൽ ഗുണവാനായ കുട്ടി ഉണ്ടാവുമോ മോനെ എന്ന് ചോദിച്ചു. മഹാശക്തനും മഹാബുദ്ധിമാനുമായൊരു പുത്രൻ ജനിക്കും. എന്നാൽ അവളൊരു തെറ്റ് ചെയ്തു അമ്മേ. എന്നെ കണ്ടപ്പോൾ തന്നെ അവളുടെ 2 കണ്ണുകളും ഇറുക്കി അടച്ചു. അതുകൊണ്ട് ആ ജനിക്കുന്ന കുട്ടി അന്ധനായിരിക്കുന്നു പറഞ്ഞു. അന്ധനായ പുത്രൻ രാജ്യപരിപാലനത്തിന് ശക്തനായിരിക്കില്ലല്ലോ എന്നോർത്ത് സത്യവതി വളരെ വേദനിച്ചു. എന്നിട്ട് വ്യാസനോട് വീണ്ടും ഒരു പുത്രനെ നൽകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ഈ പ്രാവശ്യം അംബാലികയോടാണ് സത്യവതി ഭർത്തൃ സഹോദരനെ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടത്. സത്യവതി പോയിട്ട് അംബാലികയോട് പറഞ്ഞു, ഭർത്താവിൻ്റെ സഹോദരൻ വരുന്നു പറഞ്ഞു. അംബാലിക രാത്രി അവളുടെ ബെഡ്റൂമൊക്കെ അലങ്കരിച്ച് നല്ല ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് വ്യാസനെ പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഈ പ്രാവശ്യം വ്യാസൻ വേഷത്തിലും രൂപത്തിലും വൈരൂപ്യമുള്ള ഒരാളായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. അത്രയും വിരൂപനായ ഒരു മഹർഷിയെ കണ്ടപ്പോഴേക്കെന്നെ അംബാലികക്ക് ആകെപ്പാടൊരു വെപ്രാളം. പാണ്ഡുരയായി തീർന്നു എന്നാ പറയുന്നത്. ആ നിലയിൽ ഭർത്താവിനോട് ചേർന്നിട്ട് അവൾക്കുണ്ടാവുന്ന പുത്രൻ്റെ ദേഹം മുഴുവൻ പാണ്ഡുവർണ്ണത്തോടു കൂടി തീരുന്ന അറിഞ്ഞു. അതുകൊണ്ട് ആ ഒരു ചിന്തയോടുകൂടി അവൾ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് അവൾക്കുണ്ടാവുന്ന മകൻ്റെ ശരീരം മുഴുവൻ പാണ്ഡുരോഗമുണ്ടാവുമെന്നറിഞ്ഞു. ആരോട് പറഞ്ഞു? സത്യവതിയോട് പറഞ്ഞു. വ്യാസദേവൻ പറഞ്ഞു. വീണ്ടും സത്യവതി വിഷമിച്ചു. യാതൊരു ദോഷവും ഇല്ലാത്തൊരു ഉത്തമനായ പുത്രനെ ജനിപ്പിക്കണമെന്ന് സത്യവതി വീണ്ടും വ്യാസനോട് അപേക്ഷിച്ചു. ഈ പ്രാവശ്യം അംബികയോട് പ്രത്യേകം ഉപദേശിച്ചെങ്കിലും വികൃത വേഷത്തോടു കൂടിയാണ് ഉള്ള ഒരാളെ സ്വീകരിക്കാൻ അവൾ ഒട്ടും റെഡിയല്ല. ഒരുപാട് സത്യവതി ഉപദേശിച്ചു. അവൻ്റെ രൂപം അങ്ങനെയല്ല, നിങ്ങളൊരു വർഷം കാത്തിരിക്കാത്തത് കൊണ്ടാണ് ആ രൂപത്തിൽ അവൻ വരുന്നത്, അതിനുള്ള സമയമില്ല എന്നൊക്കെ സത്യവതി ഉപദേശിച്ചു. പക്ഷേ വികൃത വേഷത്തോടു കൂടിയുള്ള ഒരാളെ സ്വീകരിക്കാൻ ആര് റെഡിയല്ല? അംബിക റെഡിയല്ല. അതുകൊണ്ട് തൻ്റെ സഖിയായ ശൂദ്ര സ്ത്രീയെ അംബിക എന്ത് ചെയ്തു? അംബികയുടെ സഖിയായ ഒരു ശൂദ്ര സ്ത്രീ ഉണ്ട്, അവരെ സ്വന്തം ആഭരണങ്ങളൊക്കെ അണിയിച്ചുകൊണ്ട് മുനിയുടെ അടുത്തേക്ക് അയച്ചു. അവൾ മുനിയെ കണ്ട ഉടനെ സന്തോഷത്തോടു കൂടി നമസ്കരിച്ചു, സ്വീകരിച്ചു. മനസ്സിൽ ഒരു കളങ്കവും ഇല്ലാതെ അവൾ മുനിയോടുകൂടി ചേർന്നു. വളരെ വിശിഷ്ടനായൊരു പുത്രൻ നിനക്കുണ്ടാവുമെന്ന് വ്യാസൻ അനുഗ്രഹിച്ചു. ക്രമത്തിൽ അംബികയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കുട്ടികൾ എങ്ങനെയാണെന്നറിയോ? അംബികയ്ക്ക്
ധൃതരാഷ്ട്രൻ എന്ന അന്ധനായ പുത്രൻ ജനിച്ചു. കണ്ണുകൾ മുറുക്കി അടച്ചല്ലോ അംബിക ആദ്യം. അതുകൊണ്ട് ധൃതരാഷ്ട്രൻ എന്ന അന്ധനായൊരു മകൻ ജനിച്ചു. അംബാലികയ്ക്ക് ദേഹം മുഴുവൻ പാണ്ഡൂരവർണ്ണത്തോടു കൂടിയ പാണ്ഡു എന്ന് പറയുന്നൊരു മകൻ ജനിച്ചു. ദേവീതുല്യായ ദാസിക്ക് ഉണ്ടായ പുത്രനാണ് ആര്? മഹാധർമ്മിഷ്ഠനും ബുദ്ധിമാനും ഗുണശാലിയുമായ വിതുരർ. ദാസിക്കുണ്ടായ കുട്ടിയാണ് ആര്? വിതുരർ. അംബികയ്ക്ക് ധൃതരാഷ്ട്രരും അംബാലികയ്ക്ക് പാണ്ഡുവും ജനിച്ചു. അംബികയുടെ ദാസിക്ക് വിതുരരും ജനിച്ചു. മാണ്ഡവ്യ മുനിയുടെ ശാപം കൊണ്ട് മനുഷ്യനായി പിറന്ന ധർമ്മദേവനാണ് ആര്? വിതുരർ. ഇത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് അല്ലേ? മാണ്ഡവ്യ മുനിയുടെ ശാപം കൊണ്ട് മനുഷ്യനായി പിറന്ന ധർമ്മദേവൻ തന്നെയാണ് വിതുരർ. വ്യാസന്റെ വാക്കുകളിൽ നിന്ന് സത്യമെല്ലാം കേട്ട് സത്യവതിയും വളരെയധികം സന്തോഷിച്ചു. എന്നിട്ടോ എന്തുണ്ടായി? ഹസ്തിനപുരത്തില് ഈ 3 മക്കളും ഭീഷ്മരുടെ ശിക്ഷണത്തിൽ അങ്ങനെ വളർന്നു. കാരണം എന്താ? ഈ ഒരു ശിക്ഷണത്തില് ഇവര് ജീവിച്ചാൽ മാത്രമാണ് എന്തുണ്ടാവുന്നത്? ഈ രാജ്യം മുന്നോട്ട് പോകാൻ സാധിക്കും. ഇല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഓക്കെ, ഹരേ കൃഷ്ണ. രാത്രി 10:51 നമുക്കിനി ബാക്കി കഥ നാളെ കേൾക്കാം അല്ലേ? ഹാപ്പി ആയോ? നമ്മളങ്ങനെ മഹാഭാരതത്തിന്റെ ഓരോ പടികൾ ഇങ്ങനെ കടക്കാൻ പോവാണ്. തുടക്കം മുതൽ കടക്കാൻ പോവാണ്. വിതുരന്റെ പൂർവ്വജന്മത്തെ കുറിച്ചൊക്കെ നമുക്കൊന്ന് പഠിക്കണ്ടേ? വിതുരൻ ആരാണ്, എന്താണ്, അവരുടെ പൂർവ്വജന്മം എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്കൊന്ന് പഠിക്കണ്ടേ? അത് നമുക്ക് നാളെ പഠിക്കാം. നാളെ രാവിലെ 5 മണിക്ക് അല്ലെങ്കിൽ 5:30. ഓക്കെ, എൻ്റെ ജപം 4:45 ആകുമ്പത്തെ തീരുവാണെങ്കിൽ 5 മണിക്ക് നമുക്ക് കാണാം, ഇല്ലെങ്കിൽ 5:30. ഓക്കെ, നമ്മുടെ ജലജ മാതാജിയാണ് ഇന്ന് ചൂട്ടനും രാധാറാണിക്കും മാല ചാർത്തിയിരിക്കുന്നത്. ജലജ മാതാജിയുടെ വകയുള്ള ഈ മാല അതിമനോഹരമായിട്ടുണ്ട്. അപ്പൊ ജലജ മാതാജിക്ക് എല്ലാ അനുഗ്രഹം